ഇന്നത്തെ സെഷൻ ഈസ് അബൌട്ട് കേരള വാട്ടർ അതോറിറ്റി ബാക്ടീരിയോളജിസ്റ്റ് എന്ന് പറയുന്ന പോസ്റ്റിന്റെ അതിൽ യൂഷ്വലായിട്ട് ചോദിക്കുന്ന കുറച്ച് ക്വസ്റ്റ്യൻസിന്റെ ഡിസ്കഷൻ വീഡിയോ ആണ്. ഓക്കെ, അപ്പം പ്രീവിയസ് ഇയേഴ്സിലൊക്കെ ചോദിച്ചു വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസും അതിന്റെ എക്സ്പ്ലനേഷനും ഒക്കെയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഓക്കെ, അപ്പം നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ ഇതിൽ നമ്മുടെ ഈ ഒരു എക്സാമിന് യൂഷ്വലി ചോദിക്കുന്നത് ഈ ഒരു 7 കാറ്റഗറീസിൽ നിന്നാണ് യൂഷ്വലായിട്ടും ക്വസ്റ്റ്യൻസ് വരുന്നത്. മെയിനായിട്ടും ജനറൽ മൈക്രോബയോളജി ഒരു ടോപ്പിക്കാണ്, ദെൻ മോളിക്കുലർ ബയോളജി ആൻഡ് ബയോടെക്നോളജി, അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി ഉണ്ട്, ഫുഡ് മൈക്രോബയോളജി, മെഡിക്കൽ ബാക്ടീരിയോളജി, ദെൻ വാട്ടർ ആൻഡ് എൻവയോൺമെന്റൽ മൈക്രോബയോളജി ആൻഡ് സ്റ്റെറിലൈസേഷൻ ആൻഡ് ഡിസ്ഇൻഫെക്ഷൻ. ഈ ഇത്രയും ഏരിയസിൽ നിന്നാണ് മെയിനായിട്ടും ക്വസ്റ്റ്യൻസ് ചോദിക്കാറുള്ളത്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ ഒരു സെഷനിൽ ഓൾമോസ്റ്റ് എല്ലാ സെഷൻസിനെയും കവർ ചെയ്തിട്ടാണ് നമ്മൾ ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഈസ് വിച്ച് മൈക്രോസ്കോപ്പ് ഇസ് യൂസ്ഫുൾ ഫോർ ഒബ്സർവിങ് ലിവിങ് മൈക്രോ ഓർഗാനിസം വിത്തൗട്ട് സ്റ്റെയിനിങ്? അതായത് സ്റ്റെയിൻ ചെയ്യാതെ തന്നെ നമുക്ക് ലൈവ് ആയിട്ടുള്ള മൈക്രോ ഓർഗാനിസത്തിനെ ഡിറ്റക്ട് ചെയ്യുന്ന മെത്തേഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഡിറ്റക്ട് ചെയ്യുന്ന മൈക്രോസ്കോപ്പ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മൾ മൈക്രോസ്കോപ്പിൽ എങ്ങനെയാണ് ഒബ്സർവ് ചെയ്യുന്നത്? സ്ലൈഡിൽ സ്മിയർ എടുക്കുക, അപ്പോൾ ലൈവ് മൈക്രോസ്കോപ്പ് ഒക്കെ ആണെങ്കിൽ സ്മിയർ എടുക്കുക, അതിനെ സ്റ്റെയിൻ ചെയ്യുക, ഒക്കെ അങ്ങനെയൊക്കെയാണ് നമ്മൾ നോർമലി ചെയ്യുന്നത്. അപ്പോൾ ആ ഓർഗാനിസം വിൽ ബി ഡെഡ് അല്ലേ? ലിവിങ് സ്റ്റേജിൽ നമുക്ക് ബാക്ടീരിയനെ കാണാനായിട്ട് സാധിക്കില്ല. ഓക്കെ, അപ്പോൾ ലിവിങ് മൈക്രോ ഓർഗാനിസത്തിനെ സ്റ്റെയിൻ ചെയ്യാതെ തന്നെ നമ്മൾ ഒബ്സർവ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന മൈക്രോസ്കോപ്പ് ഏതാണെന്നാണ് ചോദിച്ചത്. 4 ഓപ്ഷൻസ് ആണുള്ളത്. ഓപ്ഷൻ എ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ്, ഓപ്ഷൻ ബി ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ്, ഓപ്ഷൻ സി ഈസ് ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് ആൻഡ് ഓപ്ഷൻ ഡി ഫ്ലൂറസൻസ് മൈക്രോസ്കോപ്പ്. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് ആണ് കേട്ടോ. അപ്പം ഈ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? എന്താണ് ഈ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പിയിൽ നടക്കുന്നത്? ഈ ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പിയിൽ ഇറ്റ് കൺവേർട്സ് ദ സ്മോൾ ഡിഫറൻസസ് ഇൻ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് ഇൻടു കോൺട്രാസ്റ്റ് ഡിഫറൻസസ്. അതുകൊണ്ട് തന്നെ നമുക്ക് ലൈവ് ആയിട്ടുള്ള അൺസ്റ്റെയിൻഡ് മൈക്രോ ഓർഗാനിസത്തിനെ വരെ നമുക്ക് നല്ല ക്ലിയർ ആയിട്ട് ഈ ഒരു ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പിൽ കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ആദ്യമായിട്ട് ഇത് ഡെവലപ്പ് ചെയ്ത സയൻറ്റിസ്റ്റിന്റെ പേര് ഫ്രിറ്റ്സ് സെർണിക് എന്നാണ്. അപ്പം ആൻഡ് ഓൾസോ ഹി റിസീവ്ഡ് എ നോബൽ പ്രൈസ് ഫോർ ദിസ് ഡിസ്കവറി. ഓക്കെ, ആൻഡ് ഇതിന്റെ മെയിൻ ആയിട്ടുള്ള യൂസസ്, ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പിന്റെ മെയിൻ യൂസസ് ആർ മോട്ടിലിറ്റി, സെൽ ഡിവിഷൻ, ഇന്റേണൽ സ്ട്രക്ചർ ഇൻ ലൈവ് സെൽസ്. ഓക്കെ, അപ്പോൾ മോട്ടിലിറ്റി അറിയാൻ പറ്റും, അതുപോലെ തന്നെ സെൽ ഡിവിഷൻ എങ്ങനെ നടക്കുന്നു എന്നറിയാൻ പറ്റും, അതുപോലെ ലൈവ് സെൽസിലുള്ള ഇന്റേണൽ സ്ട്രക്ചേഴ്സിനെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഓക്കെ, ഇനി ബാക്കിയുള്ള ഓപ്ഷൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇലക്ട്രോൺ മൈക്രോസ്കോപ്പ് നമുക്കറിയാം വൈറസിനെ വരെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ആൻഡ് അതുപോലെ തന്നെ ഡെഡ് സ്പെസിമെൻസ് മാത്രമേ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ആൻഡ് ഓൾസോ റിക്വയർ വാക്വം, അതുപോലെ തന്നെ ഹെവി മെറ്റൽസ് വെച്ചിട്ട് നമ്മൾ സ്റ്റെയിൻ ചെയ്യാറുമുണ്ട്. ദെൻ ഡാർക്ക് ഫീൽഡ് ആണെന്നുണ്ടെങ്കിൽ ഈ ലൈക്ക് വളരെ തിന്നായിട്ടുള്ള ഓർഗാനിസംസ് ലൈക്ക് സ്പൈറോക്കീറ്റ്സ് പോലെയുള്ള തിന്നായിട്ടുള്ള മൈക്രോ ഓർഗാനിസംസിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നൊരു മൈക്രോസ്കോപ്പിക് മെത്തേഡാണ് ഡാർക്ക് ഫീൽഡ് മൈക്രോസ്കോപ്പ്. ദെൻ നെക്സ്റ്റ് ഇസ് ഫ്ലൂറസൻസ് മൈക്രോസ്കോപ്പ്. അതിനെന്ത് വേണം? ഫ്ലൂറസൻ ഡൈസിൻ്റെ യൂസ് വേണം. ഓക്കെ, അപ്പം ഇതിനകത്ത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഫേസ് കോൺട്രാസ്റ്റ് മൈക്രോസ്കോപ്പ് ആണ്. അവിടെ അൺസ്റ്റെയിൻഡ് ലിവിങ് സെൽസിനെ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. Second question, the process by which bacteria obtain energy from inorganic compounds is called. അതായത് inorganic compoundsൽ നിന്ന് ബാക്ടീരിയ എനർജി ഒബ്റ്റെയിൻ ചെയ്യുന്ന പ്രോസസ്സിന് പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻസ് ആർ ഫെർമെന്റേഷൻ, photosynthesis, chemolithotrophy and heterotrophy. Correct answer is chemolithotrophy ആണ്. Okay, the process by which bacteria obtain energy from inorganic compound is called
chemolithotrophy. Okay. ആൻഡ് ഈ കീമോലിത്തോട്രോപ്സ് എങ്ങനെയാണ് അവർക്ക് എനർജി ഡിറൈവ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഇനോർഗാനിക് സബ്സ്റ്റൻസ് ലൈക്ക് അമോണിയ, നൈട്രൈറ്റ്, സൾഫർ, അയൺ, ഹൈഡ്രജൻ പോലെയുള്ള ഇനോർഗാനിക് സബ്സ്റ്റൻസിനെ ഓക്സിഡൈസ് ചെയ്തിട്ടാണ് ഈ കീമോലിത്തോട്രോപ്സ് എനർജി ഡിറൈവ് ചെയ്യുന്നത്. ഓക്കെ, അപ്പം ഈ കീമോലിത്തോട്രോപ്സിന്റെ എക്സാമ്പിൾസ് ഏതൊക്കെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നൈട്രോസോമോണസ്, നൈട്രോബാക്ടർ ഒക്കെയാണ് എന്താണ് കീമോലിത്തോട്രോപ്സിന്റെ എക്സാമ്പിൾസ് ആയിട്ട് പറയുന്നത്. ഓക്കെ, പിന്നെ ബാക്കിയുള്ള ഓപ്ഷൻസ് എന്തൊക്കെയായിരുന്നു? ഫെർമെന്റേഷൻ. ഫെർമെന്റേഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? ഇലക്ട്രോൺ ട്രാൻസ്പോർട്ട് ചെയ്യേണ്ട ഒന്നും ആവശ്യമില്ലാതെ ഓർഗാനിക് കോമ്പൗണ്ട്സിൽ നിന്ന് എനർജി ഡെറൈവ് ചെയ്യുന്ന പ്രോസസ്സിനെ നമ്മൾ ഫെർമെന്റേഷൻ എന്ന് പറയും. ദെൻ ഫോട്ടോസിന്തസിസ് മറ്റൊരു ഓപ്ഷൻ ആയിരുന്നു. ഫോട്ടോസിന്തസിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ലൈറ്റ് എനർജി ആയിട്ട് യൂസ് ചെയ്തിട്ട് അവർ ഇത് സിന്തസൈസ് ചെയ്യുന്നു. ദെൻ ഈ ഒരു കീമോലിത്തോട്രോപ്സ് എന്ന് പറയുന്നത് നമ്മുടെ നൈട്രജൻ അതുപോലെ തന്നെ സൾഫർ സൈക്കിളിലൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഓർഗാനിസംസും കൂടെയാണ്. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ബാക്ടീരിയൽ സ്ട്രക്ചർ ഹെൽപ്സ് ഇൻ അറ്റാച്ച്മെന്റ് ടു ഹോസ്റ്റ് ടിഷ്യൂ? ഹോസ്റ്റ് ടിഷ്യൂയിലേക്ക് അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന ബാക്ടീരിയയുടെ സ്ട്രക്ചർ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം ബാക്ടീരിയയ്ക്ക് പല സ്ട്രക്ചേഴ്സ് ഉണ്ട് അല്ലേ? ഫ്ലജല്ല, അതുപോലെ തന്നെ ഫിംബ്രിയെ, ക്യാപ്സ്യൂള്, സ്പോറ്, ഇങ്ങനെ പല സ്ട്രക്ചേഴ്സ് ഉണ്ട്. അപ്പോൾ ഇതിനകത്ത് ഏത് സ്ട്രക്ചറാണ് അറ്റാച്ച്മെന്റിന് ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻസ് ഫ്ലജല്ല, ക്യാപ്സ്യൂള്, പിലി ഓർ ഫിംബ്രിയെ, എൻഡോസ്പോർ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് നമുക്ക് ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് ഫ്ലജല്ലയാണ്. ഫ്ലജല്ല എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്? മോട്ടിലിറ്റി അല്ലേ? ബാക്ടീരിയയുടെ മോട്ടിലിറ്റിക്ക് ഹെൽപ്പ് ചെയ്യുന്നതാണ് ഫ്ലജല്ല എന്ന് പറയുന്നത്. ആൻഡ് സെക്കൻഡ് ഓപ്ഷൻ ഇസ് ക്യാപ്സ്യൂൾ. ക്യാപ്സ്യൂൾ എന്തിനു വേണ്ടിയിട്ടാണ്? അത് ഫാഗോസൈറ്റോസിസിൽ നിന്നൊക്കെ പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ക്യാപ്സ്യൂൾ പ്രസന്റ് ആയിട്ടുള്ളത്. ആൻഡ് എൻഡോസ്പോർ നമുക്കെല്ലാം അറിയാം. എൻഡോസ്പോർ എന്ന് പറയുന്നത് ബാക്ടീരിയൻ്റെ അഡ്വേഴ്സ് കണ്ടീഷനിൽ സിന്തസൈസ് ചെയ്യുന്നതാണ്. അത് എന്താ പറയുക, അഡ്വേഴ്സ് കണ്ടീഷൻസിനെയൊക്കെ റെസിസ്റ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ഉള്ളൊരു സ്ട്രക്ചറാണ് ഈ എൻഡോസ്പോർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് എന്താണ്? പിലി അല്ലെങ്കിൽ ഫിംബ്രിയെ. ഓക്കെ, അപ്പം ബാക്ടീരിയൽ സ്ട്രക്ചർ ദാറ്റ് ഹെൽപ്പ് ഇൻ അറ്റാച്ച്മെന്റ് ടു ഹോസ്റ്റ് ടിഷ്യൂ ഈസ് പിലി ഓർ ഫിംബ്രിയെ. Then ഈ ഫിംബ്രിയെ എന്ന് പറഞ്ഞാൽ എന്താണ്? They are short hair-like structures that aids in adhesion to host cells. Okay, അപ്പോൾ എന്തിനാണ് ഈ host cellsൽ ഇങ്ങനെ adhere ചെയ്തിരിക്കുന്നതിന്റെ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ കോളനൈസ് ചെയ്യുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഒരു ബാക്ടീരിയ, ഫോർ എക്സാമ്പിൾ ഈക്കോളൈ, അത് യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ ആണ് നമുക്ക് കോസ് ചെയ്യുന്നത്. അപ്പോൾ യൂറിനറി ട്രാക്ട് ഇൻഫെക്ഷൻ കോസ് ചെയ്യുന്ന സമയത്ത് അത് നമ്മുടെ യൂറിൻ്റെ ഒരു ആക്ഷൻ എന്ന് പറഞ്ഞാൽ ഫ്ലഷിങ് ആക്ഷൻ ആണ് അല്ലേ? അത് യൂറിൻ നമ്മുടെ പുറത്തേക്ക് പോകുന്നത് ഫ്ലഷ്, അതായത് പെട്ടെന്ന് ഇങ്ങനെ ഒരു ഫോഴ്സിലായിരിക്കും പുറത്തേക്ക് പോകുന്നത്. അപ്പോൾ അതെന്തിനു വേണ്ടിയിട്ടാണെന്ന് ചോദിച്ചാൽ അവിടെയുള്ള ബാക്ടീരിയാസിനെ എല്ലാം അവിടെ നിന്ന് പുറത്തേക്ക് തള്ളാൻ വേണ്ടിയിട്ടാണ് അത്രയും ഫോഴ്സിൽ പോകുന്നത്. പക്ഷേ ഈ ബാക്ടീരിയ എന്താ ചെയ്യുന്നത്? അവരുടെ പിലി അല്ലെങ്കിൽ ഫിംബ്രിയ വെച്ചിട്ട് നമ്മുടെ സെൽസിൽ അറ്റാച്ച് ചെയ്തിരിക്കും. അപ്പോൾ അങ്ങനെ അറ്റാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നതുകൊണ്ട് എന്ത് പറ്റും? യൂറിൻ്റെ ഫ്ലഷിങ് ആക്ഷനെ അവർക്ക് വിത്ത്സ്റ്റാൻഡ് ചെയ്യാനായിട്ട് സാധിക്കും. അങ്ങനെ ആ ബാക്ടീരിയയ്ക്ക് അവിടെ കോളനൈസ് ചെയ്യാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ ബയോഫിലിം ഫോർമേഷൻസ് നമ്മുടെ ബോഡിക്കുള്ളിലാണെങ്കിലും അതല്ല ഔട്ട്സൈഡ്, ഇപ്പോൾ കാത്തീഡ്രൈസ്ഡ് പേഷ്യൻസിൽ അല്ലെങ്കിൽ വെന്റിലേറ്റേഴ്സിൽ ഇവിടെയൊക്കെ ഈ ബയോഫിലിം ഫോർമേഷന് കാരണമാവും. ആൻഡ് അങ്ങനെ വിറലൻസ് പ്രോപ്പർട്ടിക്കും ഒരു കാരണമാവുന്നതാണ് ഈ പിലി അല്ലെങ്കിൽ ഫിംബ്രി എന്ന് പറയുന്നത്. ഓക്കെ, next is the bacterial growth phase characterized by rapid cell division is. ഓക്കെ, നമുക്കറിയാം ഗ്രോത്ത് ഫേസ് നമ്മൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ 4 ഫേസസ് ആണുള്ളത്. ലാഗ് ഫേസ്, ലോഗ് ഫേസ്, സ്റ്റേഷനറി ഫേസ്, അതുപോലെ തന്നെ ഫേസ് ഓഫ് ഡിക്ലൈൻ അല്ലെങ്കിൽ ഡെത്ത് ഫേസ് നമ്മൾ പറയും. ഓക്കെ, അപ്പോൾ ഇങ്ങനെ 4 ഫേസസിൽ ഏത് ഫേസിലാണ് റാപ്പിഡ് ആയിട്ടുള്ള സെൽ ഡിവിഷൻ നടക്കുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, നമ്മൾ ആ ഒരു എന്താണ് ഗ്രോത്ത് കർവ് ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ഗ്രോത്ത് കർവ് ഒക്കെ നോക്കിക്കഴിയുമ്പോൾ ഇറ്റ് ഹാസ് എ ലാഗ് ഫേസ്, ദെൻ എ ലോഗ് ഫേസ്, ദെൻ എ സ്റ്റേഷനറി ഫേസ്,
and then a death phase. ഈ ഒരു രീതിയിലാണ് ഈ നമ്മുടെ ബാക്ടീരിയയുടെ ഗ്രോത്ത് കർവ് പോകുന്നത്. അതിനകത്ത് നമ്മളോട് ചോദിച്ചിരിക്കുന്നത് റാപ്പിഡ് സെൽ ഡിവിഷൻ നടക്കുന്നത് എവിടെയാണ്? റാപ്പിഡ് സെൽ ഡിവിഷൻ നടക്കുമ്പോൾ ഈ ഗ്രാഫ് വിൽ ബി ഇൻ ദ ഹയസ്റ്റ് പൊസിഷൻ അല്ലേ? അപ്പൊ ഈ ഒരു ഏരിയയിൽ ആണ് ഈ ഒരു സെൽ ഡിവിഷൻ റാപ്പിഡ് ആയിട്ട് നടക്കുന്നത്. അപ്പൊ അത് ഏത് ഗ്രോത്ത് ഫേസ് ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ ഏത് ഗ്രോത്ത് ഫേസ് ആണ്? കറക്റ്റ് ആൻസർ ഇസ് ലോഗ് ഫേസ് ആണ് അല്ലെ? അപ്പൊ ലോഗ് ഫേസിലാണ് ഈ ബാക്ടീരിയയുടെ ഗ്രോത്ത് അല്ലെങ്കിൽ ഡിവിഷൻ റാപ്പിഡ് ആയിട്ട് നടക്കുന്നത്. ആൻഡ് ഈ സ്റ്റേജിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? ലോഗ് ഫേസിന്റെ അഡ്വാൻറ്റേജസ് എന്തൊക്കെയാണ്? മാക്സിമം മെറ്റബോളിക് ആക്ടിവിറ്റി ഒരു സ്റ്റേജിലാണ്. റാപ്പിഡ് ആയിട്ടുള്ള മൾട്ടിപ്ലിക്കേഷൻ നടക്കും. അതുപോലെ തന്നെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ജനറേഷൻ ടൈം. ഇപ്പോൾ ഈക്കോളയുടെ 20 മിനിറ്റ് ആണ് ജനറേഷൻ ടൈം. 20 മിനിറ്റ് തന്നെ ആയിരിക്കും അവരുടെ ഓരോ ബാക്ടീരിയയുടെ ജനറേഷൻ ടൈമും 20 മിനിറ്റ്സ് തന്നെ ആയിരിക്കും. ആൻഡ് ഈ ഒരു ലോഗ് ഫേസിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആന്റിബയോട്ടിക്സ് ഏറ്റവും നല്ലതായിട്ട് വർക്ക് ചെയ്യുന്നത് ഈ ഒരു ഫേസിലായിരിക്കും. ആൻഡ് ഇറ്റ് ഈസ് ഓൾസോ ദ ഐഡിയൽ ഫേസ് ഫോർ ലാബിൽ ബയോകെമിക്കൽ ടെസ്റ്റ് ഒക്കെ ചെയ്യുമ്പോൾ ഐഡിയൽ ഫേസ് എന്ന് പറയുന്നത് ഈ ഒരു എന്താ പറയുക ലോഗ് ഫേസ് ആണ്. ഓക്കെ, ഇനി ബാക്കിയുള്ള ഫേസ് നോക്കുമ്പോൾ ഫസ്റ്റ് വൺ ലാഗ് ഫേസ് ആണ്. ഈ ലാഗ് ഫേസ് എന്ന് പറയുമ്പോൾ ആക്ച്വലി ബാക്ടീരിയ അവിടെ മൾട്ടിപ്ലൈ ചെയ്യുന്നില്ല. അവിടെ ആക്ച്വലി ഒരു അഡാപ്റ്റേഷൻ നടക്കുക. അതായത് ബാക്ടീരിയനെ നമ്മളൊരു പുതിയ എൻവയോൺമെന്റിലേക്ക് ഇടുകയാണ് അല്ലേ? അപ്പോൾ ആ ബാക്ടീരിയ എന്ത് ചെയ്യും? അവിടെ സർവൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവരൊന്ന് ഒരു അഡാപ്റ്റേഷൻ ടൈം അവർക്ക് വേണം. അപ്പോൾ ആ ഒരു ഫേസിനെയാണ് നമ്മൾ ലാഗ് ഫേസ്. ലാഗ് എന്ന് പറയുമ്പോൾ പേരിൽ തന്നെ ഉണ്ട്, അവിടെ ഒരു ഡിലേ ഉണ്ടാവുകയാണ്. ഓക്കെ, ദെൻ സെക്കൻഡ് ഫേസ് ഇസ് ലോഗ് ഫേസ്, നമ്മൾ ഡിസ്കസ് ചെയ്തു. തേർഡ് ഫേസ് ഇസ് ദ സ്റ്റേഷനറി ഫേസ്. സ്റ്റേഷനറി ഫേസിൽ എന്താണ് നടക്കുന്നത്? അവിടെ ഈ ബാക്ടീരിയയുടെ ഡെത്ത് റേറ്റും അതുപോലെ തന്നെ റെപ്ലിക്കേഷൻ റേറ്റും ഒരു ഇക്വിലിബ്രിയത്തിൽ പോകും. അതായത് ബയോ ന്യൂട്രിയൻസ് ഒക്കെ ഡിപ്ലീറ്റഡ് ആവാൻ തുടങ്ങും, ബാക്ടീരിയ ടോക്സിൻസ് ഒക്കെ റിലീസ് ചെയ്യാൻ തുടങ്ങും. അപ്പം കുറച്ച് ബാക്ടീരിയ ഒക്കെ ഡെത്ത് ആവും ആൻഡ് കുറച്ച് ബാക്ടീരിയ ഒക്കെ റെപ്ലിക്കേറ്റും ചെയ്യുന്നു. ആൻഡ് ആ ഒരു ബാലൻസ് അവിടെ കീപ്പ് ചെയ്യുന്നതാണ് ഈ സ്റ്റേഷനറി ഫേസ് എന്ന് പറയുന്നത്. ദെൻ നെക്സ്റ്റ് ഇസ് ദ ഡെത്ത് ഫേസ്. ഡെത്ത് ഫേസിൽ എന്താ സംഭവിക്കുന്നത്? റെപ്ലിക്കേഷൻ കംപ്ലീറ്റ്ലി സീസ് ചെയ്യും ആൻഡ് അതുപോലെ തന്നെ വയബിൾ സെല്ലിന്റെ കൗണ്ട് കുറയാനായിട്ട് തുടങ്ങും. അതാണ് ഡെത്ത് ഫേസിൽ നടക്കുന്നത്. ആൻഡ് ആ ഒരു ഫേസിലാണ് മെയിൻലി സ്പോർ ഫോർമേഷൻ ഒക്കെ ഉണ്ടാവുന്നത് കേട്ടോ. ഓക്കെ, അപ്പം ബാക്ടീരിയൽ ഗ്രോത്ത് കർവിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്, എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കാറുള്ള ഒരു സെഷനാണ് കേട്ടോ. Which staining technique differentiates bacteria based on cell wall composition? Cell wall compositionന്റെ ബേസിസിൽ ഏത് സ്റ്റെയിനിങ് ടെക്നിക്കാണ് നമ്മൾ അതായത് ഏത് സ്റ്റെയിനിങ് ടെക്നിക്ക് വഴിയാണ് നമ്മൾ സെൽ വോളിന്റെ ബേസിൽ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഓപ്ഷൻ എ സിമ്പിൾ സ്റ്റെയിനിങ്, ബി നെഗറ്റീവ് സ്റ്റെയിനിങ്, സി ഗ്രാം സ്റ്റെയിൻ ആൻഡ് ഡി ക്യാപ്സ്യൂൾ സ്റ്റെയിൻ. ഓക്കെ, അപ്പോൾ അതിനകത്ത് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഓപ്ഷൻ എ സിമ്പിൾ സ്റ്റെയിനിങ് എന്ന് പറയുമ്പോൾ നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ്? ജസ്റ്റ് ബാക്ടീരിയയ്ക്ക് ഒരു കളർ കൊടുക്കുക, അത് മാത്രമേ ഉള്ളൂ സിമ്പിൾ സ്റ്റെയിനിങ്ങിന്റെ ഫംഗ്ഷൻ. അല്ലാതെ പ്രത്യേകിച്ച് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ആർക്കില്ല, സിമ്പിൾ സ്റ്റെയിനിങ്ങിന് ഇല്ല. കാരണം നമ്മളൊരു സിംഗിൾ ഡൈ മാത്രമാണ് അവിടെ യൂസ് ചെയ്യുന്നത്. ഓക്കെ, സെക്കൻഡ് വൺ ആണ് നെഗറ്റീവ് സ്റ്റെയിനിങ്. നെഗറ്റീവ് സ്റ്റെയിനിങ് ഈസ് ആക്ച്വലി ഫോർ ക്യാപ്സ്യൂളിനെ ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ നെഗറ്റീവ് സ്റ്റെയിനിങ് ചെയ്യുന്നത്. ദെൻ ക്യാപ്സ്യൂൾ സ്റ്റെയിനിങ്, നെഗറ്റീവ് സ്റ്റെയിനിങ്ങും ക്യാപ്സ്യൂൾ സ്റ്റെയിനിങ്ങും ആക്ച്വലി സെയിം തന്നെയാണ്. ഓക്കെ, ദെൻ ഓപ്ഷൻ സി ഗ്രാം സ്റ്റെയിൻ. ഗ്രാം സ്റ്റെയിനിലാണ് എന്ത് നടക്കുന്നത്? ഈ സെൽ വോളിന്റെ ബേസിസിൽ ബാക്ടീരിയനെ ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് എങ്ങനെയാണ് ഡിഫറൻഷിയേറ്റ് ചെയ്യുന്നത്? ഈ നമുക്കറിയാം ഗ്രാം പോസിറ്റീവിന്റെ സെൽ വോൾ എടുക്കുകയാണെങ്കിൽ ഇറ്റ് ഈസ് വെരി തിക്ക്. ഓക്കെ, ഗ്രാം പോസിറ്റീവിന്റെ സെൽ വോൾ എന്ന് പറയുന്നത് ഏകദേശം 100 layers ഓഫ് പെപ്റ്റിഡോഗ്ലൈക്കൺ എങ്കിലും ഉണ്ടെന്നാണ് പറയുന്നത്. ആൻഡ് ഗ്രാം നെഗറ്റീവിലാണെങ്കിൽ ഒരു 1-5 ഒരു അപ് ടു 5 ലെയർ തിക്ക് മാത്രമേ ഉള്ളൂ ആർക്ക് ഗ്രാം നെഗറ്റീവിന്റെ പെപ്റ്റിഡോഗ്ലൈക്കൺ എന്ന് പറയുന്നത്. അതുകൊണ്ട് ഗ്രാം പോസിറ്റീവ് എന്ന് പറയുന്നത് പ്രൈമറി സ്റ്റെയിൻ എടുക്കുകയും ഗ്രാം നെഗറ്റീവ് ഓർഗാനിസംസ് നമ്മുടെ കൗണ്ടർ സ്റ്റെയിന് എടുക്കുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ പ്രൈമറി സ്റ്റെയിൻ എടുക്കുന്നതുകൊണ്ട് ഗ്രാം പോസിറ്റീവ് ഓർഗാനിസം വിൽ ബി ഇൻ പർപ്പിൾ കളർ ആൻഡ് ഗ്രാം നെഗറ്റീവ് വിൽ ബി ഇൻ പിങ്ക് കളർ.
ഓക്കെ, അപ്പോൾ എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ പെപ്റ്റിഡോഗ്ലൈക്കൻ്റെ തിക്നെസ് മൂലമാണ് ഈ ഡിഫറെൻറ്റ് കളർ ഇവർ എടുക്കുന്നത്. ദെൻ 4 റിയേജൻസ് ആണ് നമ്മളിവിടെ യൂസ് ചെയ്യുന്നത്. പ്രൈമറി സ്റ്റെയിൻ ദാറ്റ് ഇസ് ക്രിസ്റ്റൽ വയലറ്റ്, ദെൻ മോഡേൺ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് അയഡിൻ, ദെൻ ഡീകളറൈസർ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ആൽക്കഹോൾ അല്ലെങ്കിൽ അസറ്റോൺ, ദെൻ കൗണ്ടർ സ്റ്റെയിൻ ഇസ് സഫ്രാനിൻ. ഓക്കെ, അപ്പോൾ പ്രൈമറി സ്റ്റെയിനിൻ്റെ ക്രിസ്റ്റൽ വയലറ്റിൻ്റെ കളർ ഗ്രാം പോസിറ്റീവ് എടുക്കും, സഫ്രാനിൻ്റെ കളർ ഗ്രാം നെഗറ്റീവ് ഓർഗാനിസംസും എടുക്കും. ഓക്കെ, which culture medium is used for selective isolation of gram-negative bacteria? gram-negative ബാക്ടീരിയയുടെ സെലക്റ്റീവ് മീഡിയ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പം ഓപ്ഷൻ എ ഇസ് ന്യൂട്രിയൻ്റ് അഗാർ, ഓപ്ഷൻ ബി ബ്ലഡ് അഗാർ, ഓപ്ഷൻ സി മെക്കോങ്കി അഗാർ ആൻഡ് ഓപ്ഷൻ ഡി ചോക്ലേറ്റ് അഗാർ. ഇതിലേത് മീഡിയ ആണ് ഗ്രാം നെഗറ്റീവിന് സെലക്റ്റീവ് ആയിട്ടുള്ളതെന്നാണ് ചോദിച്ചത്. ഓക്കെ, ഓപ്ഷൻ എ എന്ന് പറയുന്നത് ന്യൂട്രിയൻ്റ് അഗാർ ആണ്. ന്യൂട്രിയൻ്റ് അഗാർ നമുക്ക് എല്ലാം അറിയാം എന്ത് മീഡിയ ആണ്, ഒരു ബേസൽ മീഡിയ ആണ് അല്ലെ. ബേസിക് ന്യൂട്രിയൻസ് മാത്രമുള്ള നോൺ ഫെസ്റ്റീഡിയസ് ഓർഗാനിസത്തിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു മീഡിയ ആണ് ന്യൂട്രിയൻ്റ് അഗാർ. സെക്കൻഡ് ഓപ്ഷൻ വാസ് ബ്ലഡ് അഗാർ. ബ്ലഡ് അഗാർ എന്ന് പറയുമ്പോൾ അതുപോലെ തന്നെ ചോക്ലേറ്റ് അഗാർ എന്നൊക്കെ പറയുന്നത് ഇറ്റ് ഇസ് ആൻ എൻറിച്ച്ഡ് മീഡിയ. ബ്ലഡ് അതിൽ ആഡ് ചെയ്യുന്നതുകൊണ്ട് എൻറിച്ച്ഡ് ആയിട്ടുള്ള ഒരു മീഡിയ ആണ്. അപ്പോൾ അതെന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഇസ് ഫോർ ഫെസ്റ്റീഡിയസ് ഓർഗാനിസംസിനെ ഗ്രോ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയ ഓഫ് കോഴ്സ് ഗ്രോ ചെയ്യും, പക്ഷേ എങ്കിൽ മെയിൻലി ഇറ്റ് ഈസ് ഫോർ ഫെസ്റ്റീഡിയസ് ഓർഗാനിസം. ആൻഡ് ഈ സെലക്റ്റീവ് മീഡിയ എന്ന് പറഞ്ഞാൽ എന്താണ്, ഗ്രാം നെഗറ്റീവിനെ മാത്രമായിരിക്കും അവിടെ ഗ്രോ ചെയ്യിക്കുന്നത്. ആൻഡ് അതർ ഇതെന്ന് പറയുന്നത് ഗ്രാം പോസിറ്റീവ് ആണ് അല്ലേ. അപ്പം ഗ്രാം പോസിറ്റീവിനെ അവരെന്ത് ചെയ്യും, ഇൻഹിബിറ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത്. അപ്പം അങ്ങനെയുള്ള ഒരു മീഡിയ എന്ന് പറയുന്നത് മെക്കോങ്കി അഗാർ ആണ് ഇവിടെ കേട്ടോ. അപ്പോൾ കറക്റ്റ് ആൻസർ ഇസ് മെക്കോങ്കി അഗാർ. ഓക്കെ, ഇനി എങ്ങനെയാണ് ഈ മെക്കോങ്കി അഗാർ സെലക്റ്റീവ് മീഡിയ ആയതെന്ന് നമുക്ക് നോക്കാം. മെക്കോങ്കി അഗാറിൽ ബൈൽസോൾസ് ഉണ്ട്, ക്രിസ്റ്റൽ വയലറ്റ് ഉണ്ട്. അപ്പം ഈ രണ്ട് കമ്പോണൻസും ഗ്രാം പോസിറ്റീവ് ഓർഗാനിസംസിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പം ബൈൽസോൾട്ടും ക്രിസ്റ്റൽ വയലറ്റും പ്രസന്റ് ആയതുകൊണ്ടാണ് ഇവരെ സെലക്റ്റീവ് മീഡിയ ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആൻഡ് ദേ ആർ ഓൾസോ ഡിഫറൻഷ്യൽ മീഡിയ. ഓക്കെ, ഈ മെക്കോങ്കി അഗാർ എന്ന് പറയുന്നത് സെലക്റ്റീവ് മീഡിയ ആണ്, അതുപോലെ തന്നെ ഒരു ഡിഫറൻഷ്യൽ മീഡിയ ആണ്. അപ്പോൾ ഡിഫറൻഷ്യൽ മീഡിയ എന്ന് പറഞ്ഞാൽ നമുക്ക് അതിനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം. ആ മീഡിയയിലെ ഗ്രോത്ത് കണ്ടിട്ട് നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. അതായത് ലാക്ടോസ് ഫെർമെൻറ്റർ ആണോ നോൺ ഫെർമെൻറ്റർ ആണോ നമുക്ക് ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറ്റും. ലാക്ടോസ് ഫെർമെൻറ്റർ ആണെങ്കിൽ പിങ്ക് കളർ കോളനീസ് പ്രൊഡ്യൂസ് ചെയ്യുന്നു, നോൺ ലാക്ടോസ് ഫെർമെൻറ്റേഴ്സ് ആണെങ്കിൽ കളർലെസ് കോളനീസും പ്രൊഡ്യൂസ് ചെയ്യും. ഓക്കെ, the sterilization method that is used for heat sensitive materials is heat sensitive ആയിട്ടുള്ള മെറ്റീരിയൽസിനെ യൂസ് ചെയ്യുന്ന സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ഓട്ടോക്ലേവിംഗ്, ഓപ്ഷൻ ബി ഹോട്ട് എയർ ഓവൻ, ഓപ്ഷൻ സി ഫിൽട്രേഷൻ ആൻഡ് ഓപ്ഷൻ ഡി ഇൻസിനറേഷൻ. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് ഈസി ആണ് അല്ലേ, ക്വസ്റ്റ്യൻ ഈസി ആണ്. ഹീറ്റ് സെൻസിറ്റീവ് മെറ്റീരിയൽ എന്ന് പറയുമ്പോൾ ഹീറ്റ് യൂസ് ചെയ്യാത്ത മെത്തേഡ് ഏതാണെന്ന് ചോദിച്ചാൽ മതി, നോക്കിയാൽ മതി അല്ലേ. അപ്പോൾ ഇതിനകത്ത് ഓട്ടോക്ലേവിംഗ്, ഹോട്ട് എയർ ഓവൻ, ഇൻസിനറേഷൻ മൂന്നും എന്താണ്, ഹീറ്റ് യൂസ് ചെയ്യുന്നതാണ്. അപ്പോൾ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഫിൽട്രേഷൻ ആണ്. ഓക്കെ, അപ്പോൾ ഹീറ്റ് സെൻസിറ്റീവ് മെറ്റീരിയൽസിന് നമ്മൾ യൂസ് ചെയ്യുന്ന സ്റ്റെറിലൈസേഷൻ മെത്തേഡ് ഇസ് one of the sterilization method is filtration. Okay, അപ്പോൾ ഈ ഫിൽട്രേഷൻ വഴി നമുക്ക് മൈക്രോ ഓർഗാനിസത്തിനെ ഫിസിക്കലി ആണ് റിമൂവ് ചെയ്യുന്നത്, ബയോളജിക്കലി അല്ല. ആൻഡ് ഇറ്റ് ഈസ് യൂസ്ഡ് ഫോർ ആൻറ്റിബയോട്ടിക്സിനെ, അതുപോലെ തന്നെ വാക്സിൻസ്, സീറം പ്രിപ്പറേഷൻ, വാക്സിൻ പ്രിപ്പറേഷൻ, അതുപോലെ തന്നെ സിറത്തിലുള്ള ഓർഗാനിസത്തിനെ റിമൂവ് ചെയ്യാൻ, ആൻറ്റിബയോട്ടിക്സിലുള്ള ഓർഗാനിസത്തിനെ റിമൂവ് ചെയ്യാൻ, നമ്മളിപ്പോൾ പറഞ്ഞ പോലെ ഹീറ്റ് സെൻസിറ്റീവ് ലിക്വിഡ്സിനെ സ്റ്റെറിലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഈ ഫിൽട്രേഷൻ ടെക്നിക്സ്. ആൻഡ് കോമൺ ഫിൽറ്റേഴ്സ് ആർ ഹെപ്പ ഫിൽറ്റർ, അതുപോലെ തന്നെ പല ടൈപ്പിലുള്ള മെംബ്രെയിൻ ഫിൽറ്റേഴ്സും അവൈലബിൾ ആണ്. ഓക്കെ, ആൻഡ് ഡിഫറെൻറ്റ് പോർ സൈസിൽ ഈ ഫിൽറ്റേഴ്സ് അവൈലബിൾ ആയിരിക്കും. ആൻഡ് അത് ഡിപ്പെൻഡിങ് അപ്പോൺ ദ ഓർഗാനിസം അത് പോർ സൈസ് വേരി ചെയ്യും.
The causative agent of tuberculosis is easy ആണ് ആൻസർ ക്വസ്റ്റ്യൻ ഓപ്ഷൻസ് തന്നെ നമുക്ക് നോക്കിയാൽ പെട്ടെന്ന് കിട്ടും അല്ലേ. ഓപ്ഷൻ എ ഈസ് മൈക്കോബാക്ടീരിയം ലെപ്രേ, ഓപ്ഷൻ ബി മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ്, ഓപ്ഷൻ സി സ്ട്രെപ്റ്റോകോക്കസ് ന്യൂമോണിയ ആൻഡ് ഓപ്ഷൻ ഡി കൊറൈനിബാക്ടീരിയം ഡിഫ്തീരിയ. ഓക്കെ, അപ്പൊ ട്യൂബർക്ലോസിന്റെ കോസേറ്റീവ് ഏജന്റ് ഏതാണ്? കറക്റ്റ് answer is Mycobacterium tuberculosis is the causative agent of tuberculosis. ട്യൂബർക്ലോസിന്റെ എന്താ പറയുക, മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ് എന്ന് പറയുന്ന ഇൻഫെക്ഷൻ, ട്യൂബർക്ലോസിസ് ഇൻഫെക്ഷൻ നമ്മുടെ ലങ്സിനെയാണ് ഇൻഫെക്ട് ചെയ്യുന്നത്, നമുക്കെല്ലാം അറിയാം അല്ലെ, ലങ്സിനെയാണ് ഇൻഫെക്ട് ചെയ്യുന്നത്. ആൻഡ് അതുപോലെ തന്നെ ഈ മൈക്കോബാക്ടീരിയം ഓർഗാനിസത്തിനെ നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് ആൻ ആസിഡ് ഫാസ്റ്റ് ബാസിലെ ആണ്. അതുപോലെ തന്നെ സ്ലോ ഗ്രോയിങ് ആണ്. നമ്മളൊരു കൾച്ചർ മീഡിയയിലൊക്കെ ഇനോക്കുലേറ്റ് ചെയ്ത പയ്യെ ഒരു 20 days ഒക്കെ എടുത്തിട്ടാണ് ഇവർ ഗ്രോ ചെയ്യുന്നത്. എയറോബിക് ആണ്. ഡയഗ്നോസ്റ്റിക് സ്റ്റെയിൻ ആയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്നത് സീൽ നീൽസൺ, അതായത് ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് ആണ്. ഓക്കെ, then which immunoglobulin is predominant in secondary immune response? സെക്കൻഡറി ഇമ്മ്യൂൺ റെസ്പോൺസിൽ പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള ഇമ്മ്യൂണോഗ്ലോബുലിൻ ആൻറ്റിബോഡി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ IgM, ബി IgG, സി IgA ആൻഡ് ഡി IgE. ഓക്കെ, അപ്പം ഓരോ ആൻറ്റിബോഡീസിൻ്റെയും ഫങ്ഷൻ എന്താണെന്ന് ശ്രദ്ധിച്ച് പഠിക്കുക. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് IgM ആണ്. നമ്മൾ IgM പഠിക്കുമ്പോഴേ ആദ്യം പറയുന്നത് എന്താണ്, അതൊരു പെൻഡാമർ ആണ്. ആൻഡ് നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും ഒരു ഫോറിൻ ആൻറ്റിജൻ കയറിയാൽ ആദ്യം പ്രൊഡ്യൂസ് ചെയ്യുന്ന ആൻറ്റിബോഡി എന്ന് പറയുന്നതാണ് ഈ IgM എന്ന് പറയുന്നത്. ഓക്കെ, അതായത് പ്രൈമറി ഇമ്മ്യൂൺ റെസ്പോൺസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നതാണ് IgM. ദെൻ ഓപ്ഷൻ ബി ഈസ് IgG. ഓക്കെ, IgGയുടെ ഒരു പ്രത്യേകത എന്താണ്? IgG എന്ന് പറയുന്നതാണ് ഈ സെക്കൻഡറി ഇമ്മ്യൂൺ റെസ്പോൺസിൽ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഒരു ആൻറ്റിജൻ നമ്മുടെ ബോഡിയിൽ ഫസ്റ്റ് ടൈം ആണ് എൻ്റർ ചെയ്യുന്നതെങ്കിൽ ആദ്യം IgM പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ഒരു 1 to 2 weeks കഴിഞ്ഞിട്ടായിരിക്കും, IgM ഉണ്ടായി 1 to 2 weeks കഴിഞ്ഞിട്ടായിരിക്കും IgG പ്രൊഡ്യൂസ് ചെയ്യുന്നത്. പക്ഷേ IgGയുടെ മെമ്മറി സെൽസ് എന്ന് പറയുന്നത് ഭയങ്കര ആക്റ്റീവ് ആയിരിക്കും. സോ നമുക്ക് സബ്സിക്വൻറ്റ് അഗെയിൻ ആ സെയിം ആൻറ്റിജൻ വന്നു കഴിഞ്ഞാൽ അതിനെയാണ് സെക്കൻഡറി ഇതെന്ന് പറയുന്നത്. അപ്പോൾ സെക്കൻഡറി അറ്റാക്കിൻ്റെ ടൈമിൽ എന്ത് പറ്റും, ഈ IgM ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ ഈ മെമ്മറി സെൽസ് ആക്ടിവേറ്റ് ചെയ്തിട്ട് IgGനെ റിലീസ് ചെയ്യും. ഓക്കെ, അപ്പോൾ സെക്കൻഡറി ഇമ്മ്യൂൺ റെസ്പോൺസിൽ പ്രിഡോമിനൻ്റ് ആയിട്ടുള്ള ആൻറ്റിബോഡി ഈസ് IgG ആണ്. ഓക്കെ, ആൻഡ് ഓപ്ഷൻ സി എന്ന് പറയുന്നത് എന്താണ്, IgA ആയിരുന്നു അല്ലേ. അപ്പൊ IgA എന്ന് പറയുന്നത് ആക്ച്വലി മ്യൂക്കോസൽ ഇമ്മ്യൂണിറ്റി, ലൈക്ക് നമ്മുടെ മൗത്തിൽ അല്ലെങ്കിൽ നമ്മുടെ GITയിൽ അങ്ങനെ മ്യൂക്കോസ എവിടെയൊക്കെ ഉണ്ട് അവിടെയൊക്കെ ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നതാണ് IG. ആൻഡ് നമ്മുടെ കോളറ ഇൻഫെക്ഷൻ ഒക്കെ വരുന്ന സമയത്ത് ഇമ്പോർട്ടൻ്റ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഒരു ആൻറ്റിബോഡിയാണ് IgA എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ IgE എന്ന് പറയുന്ന പ്രിഡോമിനൻ്റ് ആയിട്ട് അലർജിക് അതുപോലെ തന്നെ പാരസൈറ്റിക് ഇൻഫെക്ഷൻസിൽ കൂടുതലായിട്ടും എലവേറ്റഡ് ആവുന്ന ആൻറ്റിബോഡിയാണ് IgE എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഈ IgGയുടെ ചില ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് ദ മോസ്റ്റ്, നമ്മുടെ ബോഡിയിൽ ഏറ്റവും കൂടുതലായിട്ട് കാണുന്ന ആൻറ്റിബോഡി IgG ആണ്. ആൻഡ് അനദർ ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഇസ് ഇറ്റ് ക്രോസസ് പ്ലാസെൻഡ. ഓക്കെ, പ്ലാസെൻഡ വഴി ക്രോസ് ചെയ്യാനുള്ള കഴിവുണ്ട് ആൻഡ് ഫീറ്റസിന് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യുന്നു. അതുപോലെ തന്നെ അത് ഫീറ്റസിന് പാസീവ് ഇമ്മ്യൂണിറ്റി പ്രൊവൈഡ് ചെയ്യും. അതുപോലെ തന്നെ എറിത്രോബ്ലാസ്റ്റോസിസ് ഫീറ്റാലിസ് എന്ന് പറയുന്ന കണ്ടീഷൻ കോസ് ചെയ്യാറുണ്ട്. ആൻഡ് ഇറ്റ് ഈസ് എ ലോങ് ടേം ഇമ്മ്യൂണിറ്റി, അതായത് വൺസ് പ്രൊഡ്യൂസ് ചെയ്താൽ ഇത് ലോങ് ടേം നമ്മുടെ ബോഡിയിൽ നിലനിൽക്കാറുണ്ട്. ഓക്കെ, then PCR is primarily used for, PCR എന്തിനു വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത് എന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ പ്രോട്ടീൻ സിന്തസിസ്, ഓപ്ഷൻ ബി DNA ആംപ്ലിഫിക്കേഷൻ, ഓപ്ഷൻ സി RNA ട്രാൻസ്ലേഷൻ, ഓപ്ഷൻ ഡി സെൽ കൾച്ചർ. ഓക്കെ, അപ്പം എന്തിനു വേണ്ടിയിട്ടാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്, PCR മെയിൻലി യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്? കറക്റ്റ് ആൻസർ ഇസ് DNA ആംപ്ലിഫിക്കേഷൻ ആണ്. ഓക്കെ,
അപ്പം ഫസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് പ്രോട്ടീൻ സിന്തസിസ് ആയിരുന്നു അല്ലെ. പ്രോട്ടീൻ സിന്തസിസ് എന്ന് പറയുമ്പോൾ ആക്ച്വലി അവിടെ നമ്മൾ യൂസ് ചെയ്യുന്ന വെസ്റ്റേൺ ബ്ലോട്ടിങ് പോലെയുള്ള ടെക്നിക്സ് ആണ്, അല്ലെങ്കിൽ ബ്ലോട്ടിങ് ഒക്കെ വഴി നമ്മൾ പ്രോട്ടീൻ സിന്തസിസ് ഒക്കെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുന്നത്. ദെൻ RNA ട്രാൻസ്ലേഷൻ അല്ലെ RNA ഡിറ്റക്ഷൻ ഒക്കെ നമ്മൾ നടത്തുന്നതും ബ്ലോട്ടിങ് വഴി നടത്താം. അതല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് റിവേഴ്സ് ട്രാൻസ്ക്രിപ്റ്റേസ് PCR നമുക്ക് യൂസ് ചെയ്യാം. ദെൻ സെൽ കൾച്ചർ ഒരു എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു തിങ് ആണ് സെൽ കൾച്ചർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ കറക്റ്റ് ആൻസർ PCR വഴി നമുക്ക് DNA നെ മാത്രമേ ആംപ്ലിഫൈ ചെയ്തെടുക്കാൻ പറ്റത്തുള്ളൂ. ഓക്കെ, അപ്പോൾ അത് അതായത് PCR എന്ന് പറയുമ്പോൾ പോളിമറൈസ് ചെയിൻ റിയാക്ഷൻ ആണ്. അതായത് ഒരു ചെറിയൊരു DNA ഫ്രാഗ്മെന്റ് ഉണ്ടെങ്കിൽ തന്നെ അതിലേക്ക് പുതിയ പ്രൈമർ ആഡ് ചെയ്തിട്ട് പുതിയ DNA സിന്തസൈസ് ചെയ്ത് തന്നെയാണ് ആംപ്ലിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ആംപ്ലിഫൈ ചെയ്തെടുക്കുകയാണ് PCR ചെയ്യുന്നത്. ആൻഡ് ഇഫ് ഇറ്റ് ഈസ് RNA ആണെന്നുണ്ടെങ്കിൽ അതിനെ DNA ആക്കി മാറ്റിയിട്ട് മാത്രമേ ഉള്ളൂ PCR കണ്ടിന്യൂ ചെയ്യാൻ പറ്റത്തുള്ളൂ. അതുകൊണ്ടാണ് RNA ട്രാൻസ്ലേഷൻ തെറ്റാണെന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് ഈ PCR എന്ന് പറയുന്ന ഈ ഒരു ടെക്നിക്കിന് 3 സ്റ്റെപ്സ് ആണുള്ളത്. അതുകൂടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുക. ഡീനേച്ചറേഷൻ, അനീലിംഗ്, എക്സ്റ്റൻഷൻ. ഈ 3 സ്റ്റെപ്സ് ആണ് എന്തിനുള്ളത്? DNA ആംപ്ലിഫിക്കേഷൻ ടെക്നോളജിക്ക് ഉള്ളത്. ഓക്കെ, സോറി PCRന് ഉള്ളത്. The bacterial form resistant to extreme condition is option A capsule, option B vegetative cell, option C endospore and option D cell wall. നമ്മൾ already ഇത് ഡിസ്കസ് ചെയ്ത അല്ലേ. കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി എൻഡോസ്പോർ ആണ്. എൻഡോസ്പോറിനാണ് എക്സ്ട്രീം കണ്ടീഷൻസിനെ റെസിസ്റ്റ് ചെയ്യാൻ പറ്റുന്നത്. ആൻഡ് എന്തൊക്കെയാണ് എക്സ്ട്രീം കണ്ടീഷൻസ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ they are ഹീറ്റ് ആവാം, റേഡിയേഷൻ ആവാം, കെമിക്കൽസ് ആവാം, ഡെസിക്കേഷൻ ആവാം. ഇതിനെല്ലാം സർവൈവ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ആർക്കുണ്ട്? എൻഡോസ്പോർസിന് ഉണ്ട്. ഓക്കെ, അപ്പോൾ സ്പോർ ഫോമിംഗ് ആയിട്ടുള്ള ബാസിലൈസ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാസിലസ് ഉണ്ട്, അതുപോലെ തന്നെ ക്ലോസ്ട്രീഡിയം ഉണ്ട്. ഓക്കെ, അപ്പോൾ അതിന് തന്നെ വേറെ രീതിയിൽ ചോദിക്കാം. എയ്റോബിക് സ്പോർ ഫോമിംഗ് ബാക്ടീരിയയും അനഎയ്റോബിക് സ്പോർ ഫോമിംഗ് ബാക്ടീരിയയും. Aerobic spore forming bacteria example is Bacillus and anaerobic spore forming organism example ആണ് Clostridium എന്ന് പറയുന്നത്. Okay, endospores can survive heat, radiation, chemicals, desiccation and examples include Bacillus and Clostridium. The next, which gas is commonly used in anaerobic jars? Anaerobic jars common ആയിട്ട് യൂസ് ചെയ്യുന്ന ഗ്യാസ് ഏതാണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ ഓക്സിജൻ, ഓപ്ഷൻ ബി നൈട്രജൻ, സി ഹൈഡ്രജൻ ആൻഡ് ഡി കാർബൺ മോണോക്സൈഡ്. ഓക്കെ, അപ്പോൾ അനേറോബിക് ജാറിന്റെ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ എന്താണ്? റെസിജ്വൽ ഓക്സിജൻസിനെ എല്ലാം ടേക്കപ്പ് ചെയ്തിട്ട് അവിടെ അനഎറോബിക് കണ്ടീഷൻ ക്രിയേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ അവിടെ ഏതെങ്കിലും ഒരു ഗ്യാസ് യൂസ് ചെയ്താലേ ഉള്ളൂ നമുക്ക് റെസിജ്വൽ ഓക്സിജനെ ഒക്കെ റിമൂവ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ അത് ഏതാണെന്നാണ് ചോദിച്ചത്. ഓക്കെ, കറക്റ്റ് ആൻസർ ഇസ് ഹൈഡ്രജൻ ആണ് കേട്ടോ. ഹൈഡ്രജൻ ആണ് ഈ എന്താ പറയുക അനഎറോബിക് ജാർസിൽ അനഎറോബയോസിസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത്. ആൻഡ് ഈ ഹൈഡ്രജൻ എന്താണ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ഹൈഡ്രജൻ അവിടെയുള്ള റെസിജ്വൽ ഓക്സിജനുമായിട്ട് കമ്പൈൻ ചെയ്തിട്ട് എന്ത് ഫോം ചെയ്യും? വാട്ടർ ഫോം ചെയ്യും ഇൻ ദ പ്രസൻസ് ഓഫ് എ കാറ്റലിസ്റ്റ് ദാറ്റ് ഇസ് പലീഡിയം. പലീഡിയം എന്ന് പറയുന്ന ഒരു കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ ഹൈഡ്രജൻ കമ്പൈൻസ് വിത്ത് ഓക്സിജൻ ടു ഫോം വാട്ടർ ആൻഡ് വിച്ച് ക്രിയേറ്റ് അനഎറോബിക് കണ്ടീഷൻ. ഓക്കെ, next, universal donor blood group is. ഓക്കെ, നമുക്ക് യൂണിവേഴ്സൽ റിസപ്റ്ററും ഉണ്ട് ഡോണറും ഉണ്ട്. യൂണിവേഴ്സൽ ഡോണർ ആരാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ബി ബി, സി എ ബി ആൻഡ് ഡി ഒ നെഗറ്റീവ്. ഓക്കെ, അപ്പോൾ യൂണിവേഴ്സൽ ഡോണർ ബ്ലഡ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഒ നെഗറ്റീവ് ആണ് അല്ലേ. കറക്റ്റ് ആൻസർ ഇസ് ഒ നെഗറ്റീവ്. ഓക്കെ,
എന്തുകൊണ്ടാണ് ഈ O നെഗറ്റീവ് ആണ് ഡോണർ എന്നറിയപ്പെടുന്നത്? O നെഗറ്റീവിന് ആർക്ക് വേണമെങ്കിലും ബ്ലഡ് ഡൊണേറ്റ് ചെയ്യാമെന്ന് പറയുന്നതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ O നെഗറ്റീവിന്റെ RBC എടുത്ത് നോക്കുകയാണെങ്കിൽ അവിടെ എന്തില്ല? A ആന്റിജൻ ഇല്ല, B ആന്റിജൻ ഇല്ല, RH ആന്റിജനും ഇല്ല. ഓക്കെ, അപ്പൊ ആന്റിജൻസ് ഒന്നും പ്രസന്റ് ആവാത്തത് കൊണ്ട് ദേ ക്യാൻ ഡൊണേറ്റ് ടു എനിവൺ. ഓക്കെ, അപ്പം RH ആന്റിജൻ ആക്ച്വലി O പോസിറ്റീവ് ആണെങ്കിൽ RH ആന്റിജൻ പ്രസന്റ് ആയിരിക്കും. ആൻഡ് അതൊക്കെ ചില ആൾക്കാർക്ക് അത് ചിലപ്പോൾ റിയാക്റ്റീവ് ആവാനുള്ള ചാൻസ് ഉണ്ട് O പോസിറ്റീവ് ആണെങ്കിൽ. ആൻഡ് RH നെഗറ്റീവ്, അതായത് O നെഗറ്റീവ് ആണെങ്കിൽ അവർക്ക് ഒരു റിസ്ക്കും കൂടാതെ ആർക്ക് വേണമെങ്കിലും അത് ഡൊണേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, സോ യൂണിവേഴ്സൽ ഡോണർ ഇസ് O നെഗറ്റീവ്. The ELISA technique is mainly used for option A DNA sequencing, option B antigen antibody detection, option C bacterial staining and option D cell counting. Okay, അപ്പോൾ ELISA technique mainly നമ്മൾ യൂസ് ചെയ്യുന്നത് എന്തിനു വേണ്ടിയിട്ടാണെന്നാണ് ചോദിച്ചത്. Okay, correct answer is antigen ആന്റിബോഡി ഡിറ്റക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ELISA യൂസ് ചെയ്യുന്നത്. ഓക്കെ, ELISAയുടെ ഫുൾ ഫോം എന്താണ്? എൻസൈം ലിങ്ക്ഡ് ഇമ്മ്യൂണോസോർബന്റ് അസേ ആണ്. ഇമ്മ്യൂണോസോർബന്റ് അസേ, അപ്പം ആന്റിജൻ ആന്റിബോഡി ഡിറ്റക്ഷൻ ആണ് അവിടെ നടത്തുന്നത്. ഓക്കെ, ഇറ്റ്സ് എ സെറോളജിക്കൽ ടെസ്റ്റ്. ആൻഡ് ELISA വഴി നമുക്ക് ആന്റിജൻ ഡിറ്റക്ട് ചെയ്യാം, ആന്റിബോഡി ഡിറ്റക്ട് ചെയ്യാം, അതുപോലെ തന്നെ ഹോർമോൺസ് ഡിറ്റക്ട് ചെയ്യാം. നമുക്കറിയാം പല ടൈപ്പിലുള്ള ELISA ഉണ്ട്. ഡയറക്റ്റ് ELISA ഉണ്ട്, ഇൻഡയറക്റ്റ് ELISA, സാൻഡ്വിച്ച് ELISA, എലിസ്പോട്ട്, അങ്ങനെ പല വെറൈറ്റീസ് ഓഫ് ELISAസ് അവൈലബിൾ ആണ്. ആൻഡ് ഇതിന്റെ കോമൺ യൂസ് എന്ന് പറയുന്നത് HIV ടെസ്റ്റിംഗ്, ഹെപ്പറ്റൈറ്റിസ് ടെസ്റ്റിംഗ്, ഡെങ്കു ടെസ്റ്റ് ചെയ്യാം, അങ്ങനെ എനി ടൈപ്പ് ഓഫ് ഇൻഫെക്ഷൻസ് നമുക്ക് ടെസ്റ്റ് ചെയ്യാനായിട്ട് ELISA വഴി സാധിക്കും. ഓക്കെ, the most common disinfectant used in water treatment is, water treatment നമ്മൾ commonly use ചെയ്യുന്ന disinfectant ഏതാണെന്നാണ് ചോദിച്ചത്. Okay, option A phenol, B alcohol, C chlorine and D formaldehyde. Okay, water treatment നമ്മൾ യൂസ് ചെയ്യുന്ന disinfectant is, correct answer നമുക്കെല്ലാം അറിയാം അല്ലേ? correct answer എന്ന് പറയുന്നത് ഓപ്ഷൻ സി ക്ലോറിൻ ആണ് അല്ലേ? നമ്മൾ വാട്ടർ ട്രീറ്റ്മെന്റിൽ മെയിൻലി യൂസ് ചെയ്യുന്ന ഡിസിൻഫെക്റ്റന്റ് ക്ലോറിൻ. ആൻഡ് ഈ ക്ലോറിൻ വഴി ക്ലോറിനേഷൻ ചെയ്യുന്നത് വഴി നമുക്ക് ഡ്രിങ്കിങ് വാട്ടറിൽ പ്രസന്റ് ആയിട്ടുള്ള പാത്തോജൻസിനെ കില്ല് ചെയ്യാൻ പറ്റും. ആൻഡ് അഡ്വാൻറ്റേജസ് ആർ ദിറ്റ് ഇസ് ചീപ്പ്, എഫക്റ്റീവ് ആൻഡ് റെസിഡ്വൽ ആക്ഷൻ ഉണ്ടാവും. ഓക്കെ, അതുപോലെ തന്നെ സ്വിമ്മിംഗ് പൂൾസ് ഒക്കെ ഡിസിൻഫെക്ട് ചെയ്യാൻ നമ്മൾ ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്യാറുണ്ട്. നോട്ട് ഓൺലി ഫോർ ഡ്രിങ്കിങ് വാട്ടർ. ഓക്കെ, which organism is used in yogurt production? Yogurt productionൽ യൂസ് ചെയ്യുന്ന ഓർഗാനിസം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ E. coli, ഓപ്ഷൻ ബി Lactobacillus bulgaricus, ഓപ്ഷൻ സി Vibrio cholerae and D is Clostridium botulinum. ഓക്കെ, ഇതിനകത്ത് യോഗട്ട് പ്രൊഡക്ഷന് യൂസ് ചെയ്യുന്ന ഓർഗാനിസം ഈസ് നമുക്കെല്ലാം അറിയാം അല്ലേ? ആൻസർ ഇസ് Lactobacillus bulgaricus ആണ് മെയിൻ ആയിട്ടും യോഗട്ട് പ്രൊഡക്ഷനിൽ ഇൻവോൾവ് ആയിട്ടുള്ളത്. ഓക്കെ, ആൻഡ് ഈ ലാക്ടോബാസിലസ് ബൾഗാരിക്കസിന്റെ കൂടെ നമ്മൾ സ്ട്രെപ്റ്റോകോക്കസ് തെർമോഫിലസും കൂടെ യൂസ് ചെയ്യും. അതാണ് ഈ മിൽക്കിനെ ഫോമന്റ് ചെയ്തിട്ട് യോഗട്ട് ആക്കി മാറ്റുന്നത്. ഓക്കെ, അപ്പോൾ ലാക്ടോബാസിലസ് ബൾഗാരിക്കസ് along with Streptococcus thermophilus is used for the fermentation of milk into yogurt. Okay. Next, virus that infect bacteria is called. ബാക്ടീരിയനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈറസിന് പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ മൈക്കോവൈറസ്, ഓപ്ഷൻ ബി റീട്രോവൈറസ്, ഓപ്ഷൻ സി ബാക്ടീരിയോഫേജ് ആൻഡ് ഓപ്ഷൻ ഡി ആർബോവൈറസ്. ഓക്കെ, അപ്പൊ ബാക്ടീരിയനെ ഇൻഫെക്റ്റ് ചെയ്യുന്ന വൈറസിന് പറയുന്ന പേരാണ് എന്ത്? ഓപ്ഷൻ സി
ഓപ്ഷൻ സി ബാക്ടീരിയോഫേജ് ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം ഈ ബാക്ടീരിയോഫേജ് എന്ന് പറയുന്നത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും, സിലബസിലുണ്ട്. ലൈക്ക് എന്താണ്, രണ്ട് ടൈപ്പ് ഓഫ് ലൈഫ് സൈക്കിൾസ് ഒക്കെ ഉണ്ട്, ലൈറ്റിക് സൈക്കിളും ലൈസോജനിക് സൈക്കിളും ഒക്കെ ഉണ്ട്. ആൻഡ് അതിൻ്റെ ഡീറ്റെയിൽസിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. ആൻഡ് ഈ ബാക്ടീരിയോഫേജ് ആണ് ബാക്ടീരിയനെ ഇൻഫെക്ട് ചെയ്യുന്നത്. അത് നമുക്ക് റീകോംബിനന്റ് DNA ടെക്നോളജിയിലൊക്കെ നമ്മൾ വൈറ്റ്ലി യൂസ് ചെയ്യുന്ന ഒരു മെത്തേഡും കൂടെയാണ് കേട്ടോ. അതുകൊണ്ടാണ് നമുക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമ്മൾ എല്ലായിടത്തും പഠിക്കുന്നത്. ആൻഡ് അതിൻ്റെ ഒരു എക്സാമ്പിൾ ഇസ് T4 phage ദാറ്റ് ഇൻഫെക്ട്സ് ഈക്കോളൈ. ഈക്കോളൈനെ ഇൻഫെക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ബാക്ടീരിയോഫേജ് ആണ് T4 phage എന്ന് പറയുന്നത്. ആൻഡ് ഇത് ഈ റീകോംബിനന്റ് ടെക്നോളജിയിലൊക്കെ വൈറ്റ്ലി നമ്മൾ യൂസ് ചെയ്യാറുള്ളതാണ്. ഓക്കെ, which bacterium causes cholera? Another easy question അല്ലേ, പേരിൽ തന്നെ ഉണ്ട്. കോളറ കോസ് ചെയ്യുന്ന ബാക്ടീരിയ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ സാൽമോണല്ല ടൈഫൈ, ബി വിബ്രിയോ കോളറ, സി ഷിജല്ല ആൻഡ് ഡി ഈസ് ഈക്കോളൈ. ഓക്കെ, അപ്പോൾ പേരിൽ തന്നെ ഉണ്ട്. കോളറ കോസ് ചെയ്യുന്ന ആരായിരിക്കും? വിബ്രിയോ കോളറയാണ് അല്ലേ. കോസേറ്റീവ് ഓർഗാനിസം ഓഫ് കോളറ ഈസ് വിബ്രിയോ കോളറേ. ആൻഡ് ഈ വിബ്രിയോ കോളറയുടെ കുറച്ച് ഫീച്ചേഴ്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഈസ് എ ഗ്രാം നെഗറ്റീവ് ഓർഗാനിസം ആണ്, കോമ ഷേപ്പിൽ കാണുന്ന ഓർഗാനിസം ആണ്. ഓക്കെ, വിബ്രിയോ കോളറയാണ്. അതിന്റെ മോർഫോളജി നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് കോമ ഷേപ്പ്. ഓക്കെ, കോമ ഷേപ്പിൽ കാണുന്ന ഒരു ഓർഗാനിസം ആണ് ഈ വിബ്രിയോ കോളറ എന്ന് പറയുന്നത്. ആൻഡ് ഇറ്റ് ഈസ് എ മൊട്ടൈൽ എന്താ പറയുക ബാക്ടീരിയ. ഓക്കെ, മോട്ടിലിറ്റി കാണിക്കുന്ന ഒരു ഓർഗാനിസം ആണ് ഈ വിബ്രിയോ കോളറ എന്ന് പറയുന്നത്. ഡിസീസിന്റെ ഫീച്ചേഴ്സ് എന്ന് പറയുമ്പോൾ റൈസ് വാട്ടർ സ്റ്റൂൾസ് ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചേഴ്സ് ആണ്. ഓക്കെ, നമുക്ക് സിവിയർ ആയിട്ടുള്ള ഡയറിയ കോസ് ചെയ്യും. ആൻഡ് റൈസ് വാട്ടർ സ്റ്റൂൾ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ്. കണ്ടാമിനേറ്റഡ് ആയിട്ടുള്ള ഫുഡ് ആൻഡ് വാട്ടർ വഴിയാണ് ഈ ഒരു ഡിസീസ് നമുക്ക് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്. ഓക്കെ, then the process of killing all microorganisms including spores is called. Spore ഉൾപ്പെടെ എല്ലാ മൈക്രോ ഓർഗാനിസത്തിനെയും കില്ല് ചെയ്യുന്ന മെത്തേഡിന് പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, ഓപ്ഷൻ എ ഡിസിൻഫെക്ഷൻ, ബി ആന്റിസെപ്സിസ്, സി സ്റ്റെറിലൈസേഷൻ ആൻഡ് ഡി സാനിറ്റൈസേഷൻ. ഓക്കെ, അപ്പം എല്ലാ ഓർഗാനിസത്തിനെയും കില്ല് ചെയ്യുന്ന മെത്തേഡിന് നമ്മൾ പറയുന്ന പേരാണ് എന്ത്? സ്റ്റെറിലൈസേഷൻ. ഓക്കെ, ഓപ്ഷൻ സി സ്റ്റെറിലൈസേഷൻ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ആൻഡ് ഈ സ്റ്റെറിലൈസേഷൻ വഴി നമുക്ക് വെജിറ്റേറ്റീവ് സെൽസ്, വൈറസ്, ഫംഗൈ, ബാക്ടീരിയൽ സ്പോറിനെ എല്ലാം നമുക്ക് ഡിസ്ട്രക്ട് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് എക്സാമ്പിൾസ് ഓഫ് സ്റ്റെറിലൈസേഷൻ ആണ് ഓട്ടോക്ലേവിംഗ്, ഹോട്ട് എയർ ഓവൻ, ഫിൽട്രേഷൻ, റേഡിയേഷൻ, അതുപോലെ തന്നെ പ്ലാസ്മ സ്റ്റെറിലൈസേഷൻ. ഇതെല്ലാം എന്താണ്? സ്റ്റെറിലൈസേഷന്റെ എക്സാമ്പിൾസ് ആണ്. ഓക്കെ, ആൻഡ് ബാക്കിയുള്ള ഡിസിൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ ഡിസിൻഫെക്ഷനും നമുക്ക് ഓൾമോസ്റ്റ് എല്ലാ ഓർഗാനിസത്തിനെയും കില്ല് ചെയ്യാൻ പറ്റും. പക്ഷേങ്കിൽ സ്പോർട്സും ചില എന്താ പറയുക പ്രയോൺസ് അങ്ങനെയുള്ള ചിലതിനെ ഒന്നും ഡിസ്ട്രക്ട് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. പിന്നെ ആന്റിസെപ്സിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ലിവിങ് ടിഷ്യൂസിൽ നമ്മൾ എന്താ പറയുക ഇപ്പം മുറിവൊക്കെ ഉണ്ടായാലും അവിടെയുള്ള ബാക്ടീരിയാസിനെ കില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ആൻഡ് സാനിറ്റൈസേഷൻ എന്ന് പറയുമ്പോൾ മൈക്രോബിയൽ ലോഡ് കുറയ്ക്കുക, അവിടെ മൈക്രോബ്സിനെ കില്ല് ചെയ്യുന്നത് വളരെ കുറവായിരിക്കും. ആൻഡ് നമ്മുടെ കയ്യിലൊക്കെയുള്ള മൈക്രോബ്സിന്റെ ലോഡ് കുറയ്ക്കുക എന്നുള്ളതാണ് സാനിറ്റൈസേഷന്റെ ഫംഗ്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. The causative organism of typhoid fever is. Typhoid fever ന്റെ causative organism ഏതാണ്? അതും ഒരു ഈസി ക്വസ്റ്റ്യൻ ആണ് അല്ലേ. സാൽമോണല്ല ടൈഫൈ, സ്റ്റഫൈലോകോക്കസ് ഓറിയസ്, ക്ലോസ്ട്രീഡിയം ടെറ്റനി, ബാസിലസ് ആന്ത്രാസിസ്. കറക്റ്റ് ആൻസർ ഇസ് പേരിൽ തന്നെ ഉണ്ട് അല്ലേ, സാൽമോണല്ല ടൈഫൈ ആണ് ടൈഫോയിഡ് ഫീവറിന്റെ causative organism എന്ന് പറയുന്നത്. ആൻഡ് ഈ സാൽമോണല്ല ടൈഫൈനെ പറ്റി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇറ്റ് ഇസ് ഓൾസോ എ ഗ്രാം നെഗറ്റീവ് റോഡ് ഷേപ്ഡ് ബാസിലെ ആണ്. എൻഡറിക് ഫീവർ ആണ് കോസ് ചെയ്യുന്നത് അല്ലെ. ടൈഫോയിഡ് ഫീവർ എന്നൊക്കെ നമ്മൾ പറയും. എൻഡറിക് ഫീവർ ആണ് കോമൺലി കോസ് ചെയ്യുന്നത്.
And raw spots, abdominal pain, prolonged fever ഒക്കെ ഇതിന്റെ ഒരു കോമൺ ക്യാരക്ടറിസ്റ്റിക് ഫീച്ചർ ആണ്. ആൻഡ് വൈഡാൽ ടെസ്റ്റ് അനദർ ഇമ്പോർട്ടൻറ്റ് ടെസ്റ്റ് ആണ്. നമ്മൾ ഈ ടൈഫോയിഡ് വന്നു കഴിഞ്ഞാൽ നമ്മൾ വൈഡാൽ ടെസ്റ്റ് ചെയ്യാറുണ്ട്. ഓക്കെ, വൈഡാൽ ട്യൂബ് ടെസ്റ്റ് ഒരു സിറോളജിക്കൽ ടെസ്റ്റ് ആണ്. അതൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. ഓക്കെ, which medium is enriched for cultivation of fastidious organism? Fastidious organismത്തിന്റെ കൾട്ടിവേഷന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന മീഡിയം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മളത് ഓൾറെഡി പറഞ്ഞു അല്ലേ. അപ്പം ഫസ്റ്റീഡിയസ് ഓർഗാനിസം ആണ് അവിടെ നമുക്ക് എൻറിച്ച്ഡ് മീഡിയാസ് ആണ് വേണ്ടത്. ഓക്കെ, അപ്പൊ ഏത് മീഡിയാസും അതിന്റെ എക്സാമ്പിൾസും ഒക്കെ പഠിച്ചു വെക്കുക. ഓക്കെ, അപ്പം ഫസ്റ്റീഡിയസ് ഓർഗാനിസംസിന്റെ എക്സാമ്പിൾ ഏതൊക്കെയാണെന്ന് ഓർത്തിരുന്നാൽ, അല്ല സോറി enriched mediasന്റെ എക്സാമ്പിൾ ഏതൊക്കെയാണെന്ന് ഓർത്തിരുന്നാൽ ഈസി ആയിട്ട് നമുക്ക് കിട്ടും. ഓപ്ഷൻ എ ന്യൂട്രിയന്റ് agar, B blood agar, C McConkey agar and D peptone water. Correct answer is ഓപ്ഷൻ ബി ബ്ലഡ് അഗാർ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അല്ലെ. ബ്ലഡ് എന്ന് പറയുന്നത് അവിടെ ആഡ് ചെയ്യും. നമ്മൾ ആ ന്യൂട്രിയന്റ് അഗാറിലേക്ക് ബ്ലഡ് ആഡ് ചെയ്യുമ്പോഴാണ് ബ്ലഡ് അഗാർ ആവുന്നത്. ആൻഡ് ബ്ലഡ് ആഡ് ചെയ്യുന്നതുകൊണ്ട് ഇറ്റ് ഈസ് എൻറിച്ച്ഡ്. സോ ഫെസ്റ്റീഡിയസ് ഓർഗാനിസംസ് ലൈക്ക് ഹീമോഫിലസ് പോലെയുള്ള ഫെസ്റ്റീഡിയസ് ഓർഗാനിസംസിനെയൊക്കെ നമുക്ക് ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ആൻഡ് ഈ ബ്ലഡ് അഗാറിനകത്ത് 5 to 10% ഡീഫൈബ്രിനേറ്റഡ് ബ്ലഡ് ആണുള്ളത്. ആൻഡ് ഫെസ്റ്റീഡിയസ് ഓർഗാനിസത്തിനെ ഗ്രോ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ ഇറ്റ് ഇസ് ഓൾസോ ആക്ട് ആസ് എ മെക്കോങ്കിയിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ ഡിഫറൻഷ്യൽ മീഡിയ ആയിട്ട് ആക്ട് ചെയ്യും. മെക്കോങ്കി അഗാർ സെലക്റ്റീവ് ആൻഡ് ഡിഫറൻഷ്യൽ ആണെങ്കിൽ ബ്ലഡ് അഗാർ എന്ന് പറയുന്നത് എൻറിച്ച്ഡ് ആൻഡ് ഡിഫറൻഷ്യൽ മീഡിയ ആണ്. ഓക്കെ, അപ്പൊ ഡിഫറൻഷ്യൽ മീഡിയ എന്ന് പറയുമ്പോൾ ഹീമോലൈസിസ് നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും. 3 തരത്തിലുള്ള ഹീമോലൈസിസ് ഉണ്ട്, ആൽഫ, ബീറ്റ, ഗാമ. അതൊക്കെ നമ്മൾ സിലബസിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും കേട്ടോ. Next, the transfer of genetic material through bacteriophage is called. Bacteriophage വഴി നമ്മൾ ജനറ്റിക് മെറ്റീരിയൽ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ ട്രാൻസ്ഫോർമേഷൻ, കോൺജുഗേഷൻ, ട്രാൻസ്ഡക്ഷൻ, മ്യൂട്ടേഷൻ. ഓക്കെ, ഇതിനകത്ത് ഏത് മെത്തേഡ് വഴിയാണ് നമ്മൾ ബാക്ടീരിയോഫേജ് ത്രൂ ജനറ്റിക് മെറ്റീരിയൽ ട്രാൻസ്ഫർ ചെയ്യുന്നത്? കറക്റ്റ് ആൻസർ ഈസ് ഓപ്ഷൻ സി ട്രാൻസ്ഡക്ഷൻ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ഓക്കെ, ട്രാൻസ്ഡക്ഷൻ വഴിയാണ് ബാക്ടീരിയോഫേജസിൽ നിന്ന് ജനറ്റിക് മെറ്റീരിയൽ ട്രാൻസ്ഫർ ചെയ്യുന്നത്. ദെൻ ഇത് തന്നെ ജനറലായി നമ്മളത് ബാക്ടീരിയോഫേജിന്റെ ലൈഫ് സൈക്കിൾ ഒക്കെ പഠിക്കുമ്പോൾ മനസ്സിലാവും. ലൈറ്റിക് ലൈസോജനിക് വഴി ജനറലൈസ്ഡും ഉണ്ട്, സ്പെഷ്യലൈസ്ഡും ഉണ്ട്. ദെൻ ആന്റിബയോട്ടിക് റെസിസ്റ്റന്റ് ജീൻസിനെയൊക്കെ ഈ ഒരു രീതിയിൽ കോഡ് ചെയ്യാറുണ്ട്. ഓക്കെ, നമ്മൾ ആർട്ടിഫിഷ്യലി നമുക്ക് ഈ ട്രാൻസ്ഡക്ഷൻ ചെയ്യാം. അതല്ലാതെ നാച്ചുറൽ ആയിട്ടും ചില ബാക്ടീരിയാസ് ഈ ഒരു മെത്തേഡ് ഫോളോ ചെയ്യുന്നുണ്ട്. ലൈക്ക് ഇപ്പൊ നമ്മുടെ കൊറേനി ബാക്ടീരിയം ഡിഫ്തീരിയ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിഫ്തീരിയ ടോക്സിൻ എന്ന് പറയുന്നത് ആക്ച്വലി ഒരു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോക്സിൻ ആണ്, വളരെ പൊട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോക്സിൻ ആണ്. അപ്പോൾ ആ ടോക്സിൻ ഒക്കെ എന്താ പറയുക ഈ ഒരു ട്രാൻസ്ഡക്ഷൻ വഴിയൊക്കെയാണ് ട്രാൻസ്ഫർ ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് ഈ ആന്റിബയോട്ടിക് റെസിസ്റ്റൻസിനെ കോഡ് ചെയ്യുന്ന ജീൻസ് ഒരു ബാക്ടീരിയത്തിൽ നിന്ന് മറ്റൊരു ബാക്ടീരിയത്തിലേക്ക് ഈ ബാക്ടീരിയോഫേജ് വഴി ട്രാൻസ്ഫർ ചെയ്യുന്നുണ്ട്. അങ്ങനെ പല രീതിയിലുള്ള റെസിസ്റ്റൻസ് ഡെവലപ്പ് ചെയ്യുന്നുണ്ട്. ഓക്കെ, the process of microbial spoilage of milk producing lactic acid is called. Okay, അപ്പം milk spoilage which causes lactic, അതായത് lactic acid produce ചെയ്തിട്ടുള്ള milk spoilage ന് പറയുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. A putrefaction, B fermentation, C oxidation and D reduction. Correct answer is option B fermentation. Okay, process of microbial spoilage of milk producing lactic acid is called fermentation. Okay, അപ്പോൾ ഈ ഫെർമെന്റേഷനിൽ എന്താണ് നടക്കുന്നത്? ലാക്ടിക് ആസിഡ് ബാക്ടീരിയ മിൽക്കിൽ പ്രസന്റ് ആയിട്ടുള്ള ലാക്ടോസിനെ എന്താക്കി മാറ്റും? ലാക്ടിക് ആസിഡ് ആക്കി മാറ്റും. ഓക്കെ, അപ്പം എക്സാമ്പിൾസ് ആർ ലാക്ടോബാസിലസ്, സ്ട്രെപ്റ്റോകോക്കസ് ഒക്കെയാണ്. ആൻഡ് വിച്ച് റിസൾട്ട് ഇൻ മിൽക്ക് സോറിങ്, അതുപോലെ തന്നെ കേർഡ് ഫോർമേഷൻ ഒക്കെ സാധ്യമാകും. ഓക്കെ,
Which instrument is used for sterilization by moist heat? Moist heat വഴി sterilize ചെയ്യുന്ന ഇൻസ്ട്രുമെന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. Okay. Option A hot air oven, B incubator, C autoclave and D laminar airflow. Easy ആണല്ലേ. ഇതിനകത്ത് രണ്ടെണ്ണേ ഉള്ളൂ സ്റ്റെറിലൈസേഷൻ മെത്തേഡ്സ്. ഇൻക്യുബേറ്റർ എന്ന് പറയുന്നത് ആക്ച്വലി നമ്മൾ ബാക്ടീരിയനെ ഗ്രോ ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്ന ഒരു ഇതാണ് അല്ലേ, ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ നമുക്ക് ഗ്രോ ചെയ്യാനായിട്ട് സാധിക്കും. ലാമിനാർ എയർ ഫ്ലോ എന്ന് പറയുന്നത് നമ്മൾ വർക്ക് സ്പേസ് ആണ്. ഓപ്ഷൻ എ ഹോട്ട് എയർ ഓവൻ എന്ന് പറയുമ്പോൾ ഒരു ഡ്രൈ ഹീറ്റ് മെത്തേഡ് ഓഫ് സ്റ്റെറിലൈസേഷൻ ആണ്. ഓട്ടോക്ലേവ് ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് അല്ലേ. ഓട്ടോക്ലേവിലാണ് നമ്മൾ മോയിസ്റ്റ് ഹീറ്റ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ അവിടെ സ്റ്റെറിലൈസേഷൻ അക്കമ്പനൈ ചെയ്യുന്നത്. ആൻഡ് അതിന്റെ സ്റ്റെറിലൈസേഷൻ കണ്ടീഷൻസ് ഏതൊക്കെയാണെന്ന് നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് 121 ഡിഗ്രി സെൽഷ്യസിൽ 15 psi pressure and 15 minutes ആണ് ഇതിന്റെ വെയിറ്റിംഗ് പീരീഡ്, ഹോൾഡിംഗ് പീരീഡ് എന്ന് പറയുന്നത്. ആൻഡ് ഇത്രയും ഇതിലാണ് സ്റ്റെറിലൈസേഷൻ അച്ചീവ് ചെയ്യുന്നത്. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. 121 ഡിഗ്രി സെൽഷ്യസ് ഫോർ 15 minutes at 15 lbs pressure. ഓക്കെ. ആൻഡ് ഈവൻ ബാക്ടീരിയൽ സ്പോറിനെ വരെ ഈ ഒരു ടെമ്പറേച്ചറിൽ ഓട്ടോക്ലേവിൽ കില്ല് ചെയ്യാൻ പറ്റും. ബിക്കോസ് ഇറ്റ് ഇസ് സ്റ്റീം അണ്ടർ പ്രഷർ. ഓക്കെ. ആൻഡ് ഈ ഒരു മെത്തേഡ് വഴിയാണ് നമ്മൾ കോമൺ ആയിട്ട് ലാബിൽ യൂസ് ചെയ്യുന്ന കൾച്ചർ മീഡിയാസ് ഒക്കെ സ്റ്റെറിലൈസ് ചെയ്യുന്നത്. കൊസേറ്റീവ് ഏജന്റ് ഓഫ് പ്ലേഗ്. പ്ലേഗിന്റെ കൊസേറ്റീവ് ഏജന്റ് ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ Yersinia pestis, B Bacillus anthracis, Clostridium botulinum and Treponema pallidum. ഓക്കെ. മുമ്പ് നമ്മൾ പറഞ്ഞ ടൈഫോയിഡും കോളറയൊക്കെ പേരിൽ തന്നെ ഉണ്ടായിരുന്നു, പക്ഷെ ഇവിടെ അങ്ങനെ ഇല്ല. പ്ലേഗിന്റെ കൊസേറ്റീവ് ഏജന്റ് ഏതാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് ആൻസർ ഇസ് Yersinia pestis. ഓക്കെ. Yersinia pestis ആണ് പ്ലേഗിന്റെ കൊസേറ്റീവ് ഏജന്റ് എന്ന് പറയുന്നത്. ഓക്കെ. ഈ Yersinia pestis എന്ന് പറയുന്നത് ആക്ച്വലി എൻട്രോബാക്ടീരിയസിയെ ഫാമിലിയിൽ വരുന്ന ഒരു ഓർഗാനിസം ആണ്. നമ്മുടെ ഈക്കോളയും സാൽമോണല്ലയും ഒക്കെയുള്ള എൻട്രോബാക്ടീരിയസിയെ ഫാമിലിയിലുള്ള ഒരു ഓർഗാനിസം ആണ് Yersinia. ആൻഡ് ഇത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് റാറ്റ് ഫ്ലീസ് വഴിയാണ്. ഓക്കെ. പ്ലേഗ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ഇൻസെക്ട് ആണ് റാറ്റ് ഫ്ലീ. ആൻഡ് Yersinia pestisന്റെ ഒരു ഇമ്പോർട്ടൻറ്റ് ക്യാരക്ടറിസ്റ്റിക് ആണ്, വരെ സ്റ്റെയിൻ ചെയ്ത് നമ്മൾ മൈക്രോസ്കോപ്പിയിൽ നോക്കിക്കഴിഞ്ഞാൽ ബൈപോളാർ അപ്പിയറൻസ് ആയിരിക്കും. അതായത് രണ്ട് എൻഡ്സും എന്താണ്, സോറി, എൻലാർജ് ചെയ്ത ഒരു സ്പോർ ഫോർമേഷൻ ഇവിടെ എനിക്ക് വരയ്ക്കാൻ ശരിക്കും പറ്റുന്നില്ല. രണ്ട് എൻഡ്സിലും എന്താ ഒരു സേഫ്റ്റി പിൻ എങ്ങനെ ഇരിക്കുന്നു അതുപോലെ ആയിരിക്കും ഈ Yersinia pestis നമ്മൾ മൈക്രോസ്കോപ്പിയിൽ നോക്കിയാൽ അതിനെ നമ്മൾ ബൈപോളാർ സ്റ്റെയിനിങ് അല്ലെങ്കിൽ സേഫ്റ്റി സ്പിൻ അപ്പിയറൻസ് എന്നാണ് പറയുന്നത്. അതൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് കേട്ടോ. നമുക്ക് കോമൺ ആയിട്ട് ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യനും കൂടെയാണ്. ആൻഡ് ഈ Yersinia pestis പ്ലേഗ് കോസ് ചെയ്യുമ്പോൾ 3 ടൈപ്പ് ഓഫ് പ്ലേഗ് ഉണ്ട്. ബബോണിക് പ്ലേഗ്, ന്യൂമോണിക് പ്ലേഗ്, സെപ്റ്റിസിമിക് പ്ലേഗ് എന്ന് പറയുന്ന 3 ടൈപ്പ് ഓഫ് പ്ലേഗ്സ് കോസ് ചെയ്യാറുണ്ട്. ആൻഡ് അതുപോലെ തന്നെ ബ്ലാക്ക് ഡെത്ത് എന്ന് പറയുന്ന യൂറോപ്യൻ വേൾഡ് വാറിന്റെ ഒക്കെ ടൈമിൽ നമ്മുടെ ബ്ലാക്ക് ഡെത്ത് എന്ന് പറയുന്ന കണ്ടീഷനൊക്കെ കോസ് ചെയ്തത് പ്ലേഗ് ആണ് കേട്ടോ. അപ്പൊ അതൊക്കെ ഓർത്തിരിക്കുക. നെക്സ്റ്റ്, which vitamin is produced by intestinal bacteria? Intestinal bacteria produce ചെയ്യുന്ന വൈറ്റമിൻ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ വൈറ്റമിൻ സി, ഓപ്ഷൻ ബി വൈറ്റമിൻ ഡി, ഓപ്ഷൻ സി വൈറ്റമിൻ കെ ആൻഡ് ഓപ്ഷൻ ഡി വൈറ്റമിൻ എ. ഓക്കെ. കറക്റ്റ് ആൻസർ ഇസ് ഓപ്ഷൻ സി വൈറ്റമിൻ കെ ആണ്. intestinal ബാക്ടീരിയ വൈറ്റമിൻ കെ ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ. ലൈക്ക് ഈക്കോളൈ പോലെയുള്ള intestinal ബാക്ടീരിയാസ് ആണ് ഈ വൈറ്റമിൻ കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ആൻഡ് ഈ വൈറ്റമിൻ കെയുടെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബ്ലഡ് ക്ലോട്ടിങ്ങിന് ഒക്കെ ഹെൽപ്പ് ചെയ്യുന്ന ഒരു വൈറ്റമിൻ ആണ് ഈ വൈറ്റമിൻ കെ. ആൻഡ് അത് നമ്മുടെ ഈക്കോളൈ പോലെയുള്ള ഓർഗാനിസംസ് ആണ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ. Which organism is used in bread making? Bread making നമ്മൾ യൂസ് ചെയ്യുന്ന ഓർഗാനിസം ഏതാണ്? ഓപ്ഷൻ എ റൈസോപ്പസ്,
ഓപ്ഷൻ ബി പെനിസിലിയം, ഓപ്ഷൻ സി സക്കാരോമൈസിസ് cerevisiae, ഓപ്ഷൻ ഡി ആസ്പെർജില്ലസ്. ഓക്കെ, ഇതിനകത്ത് ഏത് ഓർഗാനിസത്തിനെയാണ് നമ്മൾ ബ്രെഡ് മേക്കിങ്ങിന് യൂസ് ചെയ്യുന്നത്? കറക്റ്റ് ആൻസർ ഇസ് സക്കാരോമൈസിസ് cerevisiae ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. നമ്മൾ ബ്രെഡ് മേക്കിങ്ങിന് യൂസ് ചെയ്യുന്നത് സക്കാരോമൈസിസിനെയാണ്. ഓക്കെ, ആൻഡ് എന്തുകൊണ്ടാണ് ഈ സക്കാരോമൈസിസ് പോലുള്ള ഈസ്റ്റിനെ യൂസ് ചെയ്യുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവർ അതിൽ പ്രസന്റ് ആയിട്ടുള്ള ഷുഗറിനെയൊക്കെ ഫെർമെന്റ് ചെയ്തിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യും ആൻഡ് അതുപോലെ തന്നെ ആൽക്കഹോളും പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ഈ കാർബൺ ഡൈ ഓക്സൈഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതുകൊണ്ട് അവിടെ ഡവ് റൈസ് ചെയ്യും. ഓക്കെ, അതായത് നമുക്കറിയാം അല്ലേ, നമ്മൾ കുഴച്ച് വെച്ച് കഴിയുമ്പോൾ വീർത്ത് വരുന്ന കാണാം. അപ്പോൾ അതെന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഈ ഫെർമെന്റേഷൻ നടക്കുന്നതിന്റെ ഫലമായിട്ട്, ഷുഗർ ഫെർമെന്റേഷൻ നടക്കുന്നതിന്റെ ഫലമായിട്ട് കാർബൺ ഡൈ ഓക്സൈഡ് പൊങ്ങി വരും. അതിന് കുറേ നേരം നമ്മൾ ഈ മാവ് വെച്ച് കഴിഞ്ഞാൽ എന്ത് പറ്റും? പുളിപ്പ് വരും. അത് ആൽക്കഹോൾ പ്രൊഡക്ഷൻ മൂലം ആണ്. ഓക്കെ, the main function of ribosomes is, റൈബോസോമിന്റെ മെയിൻ ഫംഗ്ഷൻ എന്താണ്? ഓപ്ഷൻ എ റെസ്പിറേഷൻ, ബി പ്രോട്ടീൻ സിന്തസിസ്, സി മോട്ടിലിറ്റി ആൻഡ് ഡി ഫോട്ടോസിന്തസിസ്. ഓക്കെ, റൈബോസോമിന്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി പ്രോട്ടീൻ സിന്തസിസ് ആണ് റൈബോസോമിന്റെ മെയിൻ ഫംഗ്ഷൻ. നമുക്കറിയാവുന്ന കാര്യമാണ് അല്ലേ? റൈബോസോംസ് എന്താ ചെയ്യുന്നത്? പ്രോട്ടീൻ സിന്തസിസ് ആണ്. അപ്പം mRNAയിൽ നിന്ന് പ്രോട്ടീനെയാണ് സിന്തസൈസ് ചെയ്യുന്നത്. ഓക്കെ, റൈബോസോംസ് ട്രാൻസ്ലേറ്റ് mRNA into proteins and bacterial ribosomes നോക്കിക്കഴിഞ്ഞാൽ 70s ടൈപ്പ് ആണ്, 50s 30s ആണ് അതിനകത്ത് ഉള്ളത്. ഓക്കെ, the transfer of naked DNA into bacteria is called, ബാക്ടീരിയയിൽ നിന്ന് നേക്കഡ് DNA ട്രാൻസ്ഫർ ചെയ്യുന്നതിന് പറയുന്ന പേര്, നേക്കഡ് DNAയിൽ നിന്ന് ഒരു അതായത് ബാക്ടീരിയ ഇരിക്കുന്നു, നേക്കഡ് DNA ഇരിക്കുന്നു, അതിന്റെ ബാക്ടീരിയ നേക്കഡ് DNA ടേക്കപ്പ് ചെയ്യുന്നു. ആ ഒരു പ്രോസസ്സിന് പറയുന്ന പേര് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ കോൺജുഗേഷൻ, ബി ട്രാൻസ്ട്രക്ഷൻ, സി ട്രാൻസ്ഫോർമേഷൻ ആൻഡ് ഡി മ്യൂട്ടേഷൻ. ഓക്കെ, അപ്പോൾ the transfer of naked DNA into bacteria is called ട്രാൻസ്ഫോർമേഷൻ. ഓപ്ഷൻ സി ട്രാൻസ്ഫോർമേഷൻ ആണ് കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത്. ആൻഡ് ഈ ട്രാൻസ്ഫോർമേഷൻ വഴി എന്ത് ചെയ്യാൻ പറ്റും? ബാക്ടീരിയയ്ക്ക് ഫ്രീ ആയിട്ടിരിക്കുന്ന, പുറത്ത് വെറുതെ നേക്കഡ് ആയിട്ടിരിക്കുന്ന DNA ടേക്കപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. ഓക്കെ, ആൻഡ് ഇത് നമുക്കെല്ലാം അറിയാം, ഗ്രിഫിത്ത് എക്സ്പെരിമെന്റ് വഴി പ്രൂവ് ചെയ്തത് ഈ ട്രാൻസ്ഫോർമേഷൻ ആണ്. ഓക്കെ, ആൻഡ് ട്രാൻസ്ട്രക്ഷൻ നമ്മൾ മുമ്പേ പറഞ്ഞു. ട്രാൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ബാക്ടീരിയോഫേജ് വഴി ട്രാൻസ്ഫർ ചെയ്തു. ആൻഡ് ബാക്ടീരിയോഫേജിന്റെ ഒന്നും ആവശ്യമില്ലാതെ ഡയറക്റ്റ് നേക്കഡ് DNA ബാക്ടീരിയ അപ്ടേക്ക് ചെയ്യുന്നതിനെയാണ് നമ്മൾ ട്രാൻസ്ഫോർമേഷൻ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ്, which of the following is an acid fast bacteria? acid fast ബാക്ടീരിയയുടെ എക്സാമ്പിൾ ആണ് ചോദിച്ചത്. ഓക്കെ, ഓപ്ഷൻ എ E. coli, ഓപ്ഷൻ ബി Bacillus subtilis, ഓപ്ഷൻ സി Mycobacterium tuberculosis ആൻഡ് ഡി Staphylococcus aureus. ഓക്കെ, ഇതിനകത്ത് ആസിഡ് ഫാസ്റ്റ് ബാസിലയുടെ എക്സാമ്പിൾ ഈസ്, കറക്റ്റ് ആൻസർ ഈസ് Mycobacterium tuberculosis അല്ലേ? Mycobacterium tuberculosis ആണ് ആസിഡ് ഫാസ്റ്റ് ഓർഗാനിസത്തിന്റെ എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഓക്കെ, എന്തുകൊണ്ടാണ് ഈ ആസിഡ് ഫാസ്റ്റ്നെസ് എന്ന് മൈക്കോബാക്ടീരിയം ട്യൂബർകുലോസിന് അതിന്റെ ആസിഡ് ഫാസ്റ്റ്നെസ് എങ്ങനെയാണ് കിട്ടിയത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഇറ്റ് ഈസ് ഡ്യൂ ടു അവരുടെ സെൽ വോളിൽ ഒരു എന്താ പറയുക, ഒരു ലിപ്പിഡ് ലൈക്ക് സബ്സ്റ്റൻസ് ഉണ്ട്. അതിനെ നമ്മൾ മൈക്കോളിക് ആസിഡ് എന്ന് പറയും. ആക്ച്വലി ഒരു വാക്സി ലെയർ ആയിട്ടാണ് ആക്ട് ചെയ്യുന്നത്. അപ്പോൾ വാക്സി ലെയർ ആയതുകൊണ്ട് തന്നെ നോർമൽ ആയിട്ടുള്ള സ്റ്റെയിൻസ് ഒന്നും ടേക്കപ്പ് ചെയ്യാനായിട്ട് സാധിക്കത്തില്ല. അതുകൊണ്ട് നമ്മളൊരു സ്ട്രോങ് ഡൈയും അതുപോലെ തന്നെ ഹീറ്റും യൂസ് ചെയ്തിട്ടാണ് ഈ ആസിഡ് ഫാസ്റ്റ് സ്റ്റെയിനിങ് ചെയ്യുന്നത്. അങ്ങനെ ഇരുന്നാൽ മാത്രമേ ഉള്ളൂ ഈ ഓർഗാനിസം സ്റ്റെയിൻ എടുക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ മൈക്കോബാക്ടീരിയത്തിന്റെ ആസിഡ് ഫാസ്റ്റ്നെസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇറ്റ് ക്യാൻ റെസിസ്റ്റ് ദ ഡീകളറൈസേഷൻ. നമ്മൾ സ്ട്രോങ് ആയിട്ടുള്ള H2SO4 ആണ് നമ്മൾ യൂസ് ചെയ്യുന്നത് ഡീകളറൈസർ ആയിട്ട്. അപ്പോൾ അതിനെ വരെ റെസിസ്റ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ആർക്കുണ്ട്? ഈ ആസിഡ് ഫാസ്റ്റ് ഓർഗാനിസത്തിന്.
അതുകൊണ്ടാണ് നമ്മൾ ഈ ആസിഡ് ഫാസ്റ്റ്നെസ് എന്ന് പറയുന്നത്. അപ്പോൾ ആസിഡ് ഫാസ്റ്റ്നെസ് എന്തുകൊണ്ടാണ്? ഡ്യൂ ടു ദ പ്രസൻസ് ഓഫ് mycolic acid present in the cell wall of this organisms. Okay. The causative agent of whooping cough is whooping cough in the causative agent ഏതാണ്? ഇതും ഡിഫിക്കൽട്ട് ആണ് കാരണം പേരില്ല. ഓക്കെ, അപ്പം ഓപ്ഷൻ എ ബോർഡറ്റെല്ല പെട്രോസിസ്, ഓപ്ഷൻ ബി കൊറൈനിബാക്ടീരിയം ഡിഫ്തീരിയ, and option C Streptococcus pyogenes, and option D Haemophilus influenzae. Okay, ഇതിനകത്ത് ഓപ്ഷൻ ബി കൊറൈനിബാക്ടീരിയം ഡിഫ്തീരിയ കോസ് ചെയ്യുന്ന ഇൻഫെക്ഷനെ നമ്മൾ ഡിഫ്തീരിയ എന്ന് പറയും, ആൻഡ് ഡി ഹീമോഫിലസ് ഇൻഫ്ലുവൻസ കോസ് ചെയ്യുന്ന ഇൻഫ്ലുവൻസയാണ്, ആൻഡ് പിന്നെ ഉള്ളത് ബോർഡറ്റെല്ല പെട്രോസിസും സ്ട്രെപ്റ്റോകോക്കസ് പയോജൻസും ആണ്. അതിനകത്ത് സ്ട്രെപ്റ്റോകോക്കസ് പയോജൻസ് കോസ് ചെയ്യുന്നത് നമ്മൾ കേട്ടിട്ടുള്ള സ്കാർലറ്റ് ഫീവർ, അതുപോലെയുള്ള എന്താ പറയുക സ്കിൻ ഇൻഫെക്ഷൻസ് ഒക്കെയാണ് കോസ് ചെയ്യുന്നത്. നെക്രോട്ടൈസിങ് ഫാസൈറ്റിസ് ഒക്കെയാണ് കോസ് ചെയ്യുന്നത്. ആൻഡ് ദ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ബോർഡറ്റെല്ല പെട്രോസിസ് ആണ്. ഓക്കെ, വൂപ്പിംഗ് കഫ് എന്ന് പറയുന്ന കണ്ടീഷൻ കോസ് ചെയ്യുന്നത് ആരാണ്? ബോർഡറ്റെല്ല പെട്രോസിസ് ആണ്. ഓക്കെ, അപ്പം വൂപ്പിംഗ് കഫ് എന്ന് പറയുന്നത് ആക്ച്വലി ഇറ്റ് ഇസ് എ ഹൈലി കണ്ടേജിയസ് ആയിട്ടുള്ള ഒരു റെസ്പിറേറ്ററി ഡിസീസ് ആണ്. ആ പേര് വരാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പേഷ്യൻറ്റിന് ഒരു 5 to 10 അല്ലെങ്കിൽ അതിലും കൂടുതൽ എന്താ റിപ്പീറ്റഡ് ആയിട്ട് കഫിങ് വരിക, ആൻഡ് അത്രയും നേരം ശ്വാസം കിട്ടാത്തതുകൊണ്ട് അവിടെ ഒരു ഗ്യാപ്പ് ഉണ്ടായിട്ട് ആ ഒരു കഫിങ് എപ്പിസോഡ് കഴിഞ്ഞ് കഴിയുമ്പോൾ വൂപ്പ് എന്ന് പറയുന്ന ഒരു സൗണ്ട് വരും. ഓക്കെ, അപ്പോൾ അതുകൊണ്ടാണ് ആ വൂപ്പിംഗ് കഫ് എന്ന് പറയുന്ന പേര് വന്നത്. Okay, then transmission of course respiratory droplet വഴിയാണ്, ആൻഡ് ഇപ്പോൾ ഇത് ആക്ച്വലി പ്രിവെൻഷൻ നമ്മുടെ വാക്സിൻസ് ഒക്കെ പ്രോപ്പർ ആയിട്ട് എടുക്കുന്നതുകൊണ്ട് ഇപ്പോൾ ഈ വൂപ്പിംഗ് കഫ് ഒന്നും അത്ര പ്രിവലൻ്റ് ആയിട്ട് ഉണ്ടാവാറില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രിവെൻഷന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്ന വാക്സിൻ ഈസ് DPT വാക്സിൻ, ഡിഫ്തീരിയ പെട്രോസിസ് ടെറ്റനസ്, അല്ലെങ്കിൽ പെൻറ്റാവാലൻ വാക്സിൻ ആണ് നമ്മളിപ്പോൾ കോമൺ ആയിട്ട് യൂസ് ചെയ്യുന്നത്. ഓക്കെ, then the process by which microorganisms are destroyed using chemicals is called. Chemicals വഴി നമ്മൾ മൈക്രോ ഓർഗാനിസത്തിനെ ഡിസ്ട്രോയ് ചെയ്യുന്നതിന് പറയുന്ന പേരെന്താണെന്നാണ് ചോദിച്ചത്. ഓപ്ഷൻ എ സ്റ്റെറിലൈസേഷൻ, ഓപ്ഷൻ ബി പാസ്ചറൈസേഷൻ, സി ഡിസിൻഫെക്ഷൻ, ആൻഡ് ഡി ഇൻക്യുബേഷൻ. ഓക്കെ, കെമിക്കൽസ് വഴി നമ്മൾ മൈക്രോ ഓർഗാനിസത്തിനെ ഡിസ്ട്രോയ് ചെയ്യുന്നതിന് പറയുന്ന പേരാണ് ഡിസിൻഫെക്ഷൻ. ഓക്കെ, അപ്പോൾ ഡിസിൻഫെക്ഷൻ വഴിയാണ് നമ്മൾ കെമിക്കൽസ് വെച്ചിട്ട് നമ്മൾ മൈക്രോ ഓർഗാനിസത്തിനെ ഡിസ്ട്രോയ് ചെയ്യുന്നത്. നമുക്കറിയാം പല ടൈപ്പിലുള്ള ഡിസിൻഫെക്ഷൻ മെത്തേഡ്സ് അവൈലബിൾ ആണ് അല്ലേ? ഏതൊക്കെയാണ്? ക്ലോറിൻ ഉണ്ട്, ഫീനോൾ ഉണ്ട്, ആൽക്കഹോൾ ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ഹൈഡ്രജൻ പെറോക്സൈഡ്, അങ്ങനെയുള്ള സ്ട്രോങ് ആയിട്ടുള്ള കെമിക്കൽസ് വരെ അവൈലബിൾ ആണ്. ഓക്കെ, അപ്പോൾ ഡിസിൻഫെക്ഷൻ എന്ന് പറയുമ്പോൾ ആക്ച്വലി ഇറ്റ് എലിമിനേറ്റ്സ് മോസ്റ്റ് ഓഫ് ദ പാത്തോജനിക് ഓർഗാനിസം. പക്ഷേ എങ്കിലും സ്പോർട്സ് അങ്ങനെയുള്ള ചില റെസിസ്റ്റൻ്റ് ആയിട്ടുള്ള സ്ട്രക്ചേഴ്സ് ഒക്കെ ഈ ഡിസിൻഫെക്ഷനെ സർവൈവ് ചെയ്യാറുണ്ട് നോർമലി. ഓക്കെ, which bacterium is commonly used in recombinant DNA technology? Recombinant DNA technology common ആയിട്ട് യൂസ് ചെയ്യുന്ന ബാക്ടീരിയ ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ വിബ്രിയോ കോളറ, ബി ഈക്കോളെ, സി മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിസ്, ആൻഡ് ഡി ക്ലോസ്ട്രീഡിയം ടെറ്റനി. ഓക്കെ, അതിനകത്ത് റീകോംബിനന്റ് DNA ടെക്നോളജിയിൽ യൂസ് ചെയ്യുന്ന ബാക്ടീരിയ ഈസ് ഓപ്ഷൻ ബി ഈക്കോളയാണ് നമ്മൾ കോമൺ ആയിട്ട് RDNA ടെക്നോളജിയിൽ യൂസ് ചെയ്യുന്നത്. ഇതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈക്കോളൈ എന്ന് പറയുന്നത് നമുക്ക് കൾച്ചർ ചെയ്യാൻ വളരെ ഈസിയാണ്. ബേസൽ മീഡിയ ന്യൂട്രിയൻ്റ് അഗാറിൽ വരെ നമുക്ക് കൾച്ചർ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ റാപ്പിഡ് ആയിട്ട് ഗ്രോ ചെയ്യും. ഇതിൻ്റെ ജനറേഷൻ ടൈം എന്ന് പറയുന്നത് 20 മിനിറ്റ്സ് മാത്രമാണ്. സോ റാപ്പിഡ് ആയിട്ട് ഗ്രോ ചെയ്യും. അതുപോലെ തന്നെ നമുക്ക് ഈക്കോളയുടെ ജനറ്റിക്സ് നമുക്ക് വെൽ അണ്ടർസ്റ്റുഡ് ആണ്, അതും ഒരു ഫാക്ടറാണ്. ദെൻ ഇത് വഴി നമ്മൾ RDNA ടെക്നോളജി വഴി നമ്മൾ ഇൻസുലിൻ പ്രൊഡക്ഷൻ, ക്ലോണിങ്, ജീൻ എക്സ്പ്രഷൻ സ്റ്റഡീസ് ഒക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ബാക്ടീരിയ ആണ് എസ്ചെറിഷ്യ കോളൈ എന്ന് പറയുന്നത്. Okay, so recombinant DNA technology commonly use ചെയ്യുന്ന bacteria is Escherichia coli.
The microorganism used in vaccine production is usually vaccine production use ചെയ്യുന്ന microorganism ഏത് type ആണ്? എങ്ങനെയുള്ള microorganismത്തിനാണ് നമ്മൾ vaccine production യൂസ് ചെയ്യുന്നതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ virulent pathogen, B attenuated pathogen, C resistant bacterium and D saprophyte. ഓക്കെ, അപ്പം നമ്മൾ വാക്സിൻ പ്രൊഡക്ഷനിൽ ലൈവ് ആയിട്ടുള്ള വാക്സിൻ ആണ് പ്രിപ്പയർ ചെയ്യുന്നതെങ്കിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എങ്ങനത്തെ ബാക്ടീരിയ ആയിരിക്കും, അതിൻ്റെ ടോക്സിക് പ്രോപ്പർട്ടി അല്ലെങ്കിൽ അതിൻ്റെ വിറുലൻസ് നഷ്ടപ്പെട്ട ഓർഗാനിസത്തിനെ ആയിരിക്കും നമ്മൾ വാക്സിൻ ആയിട്ട് യൂസ് ചെയ്യും. വിറുലൻസ് ലൈക്ക് അതിൻ്റെ ടോക്സിൻ പ്രൊഡക്ഷൻ അല്ലെങ്കിൽ അങ്ങനെയുള്ള വിറുലൻസ് ഫാക്ടേഴ്സ് ഒക്കെ അത് എക്സ്പ്രസ് ചെയ്യുന്നതാണെങ്കിൽ നമ്മുടെ ബോഡിയിൽ അത് നമ്മൾ വാക്സിൻ ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ അത് എന്ത് ചെയ്യും, ഇൻഫെക്ഷൻ കോസ് ചെയ്യും. അപ്പോൾ അതുണ്ടാവാൻ പാടില്ല. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആ വിറുലൻസ് പ്രോപ്പർട്ടി നമ്മൾ എടുത്തു കളയും, എന്നിട്ടാണ് നമ്മൾ വാക്സിൻ ആയിട്ട് യൂസ് ചെയ്യും. അപ്പോൾ അങ്ങനെയുള്ള ഓർഗാനിസത്തിന് നമ്മൾ പറയുന്ന പേരാണ് അറ്റന്യൂവേറ്റഡ് പത്തോജൻ എന്ന് പറയും. ഓക്കെ, അപ്പോൾ ലൈവ് അറ്റന്യൂവേറ്റഡ് വാക്സിൻ എന്നാണ് നമ്മൾ അങ്ങനെയുള്ള വാക്സിന് പറയുന്ന പേര്. ഓക്കെ, ആൻഡ് ഈ അറ്റനുവേറ്റഡ് ഓർഗാനിസത്തിന്റെ പ്രത്യേകത എന്താണ്, അവർ വീക്കൻഡ് ആണ്, അതായത് അവർക്ക് ആ വിറുലൻസ് പ്രോപ്പർട്ടി ഒന്നും എക്സ്പ്രസ് ചെയ്യാൻ പറ്റില്ല, പക്ഷേങ്കിൽ ദേ ആർ സ്റ്റിൽ ഇമ്മ്യൂണോജനിക് ആണ്. ഓക്കെ, അവർക്ക് നമ്മുടെ ബോഡിയിൽ എൻ്റർ ചെയ്താൽ അതിന് ആൻറ്റിബോഡി റെസ്പോൺസ് അല്ലെങ്കിൽ ഇമ്മ്യൂൺ റെസ്പോൺസ് പ്രൊവോക്ക് ചെയ്യാനുള്ള കഴിവുണ്ട്. അതാണ് ഇമ്മ്യൂണോജനിക് എന്ന് പറയുന്നത്. ഓക്കെ, ആൻഡ് എക്സാമ്പിൾസ് ഓഫ് ദിസ് ഇസ് BCG. BCG എന്ന് പറയുമ്പോൾ ബാസിലസ് കാൽമെറ്റ് ഗ്യൂറിൻ വാക്സിൻ, മൈക്കോബാക്ടീരിയം ട്യൂബർക്ലോസിനെതിരെ നമ്മൾ എടുക്കുന്ന വാക്സിൻ ആണ്. അതിനകത്ത് ആക്ച്വലി നമ്മൾ യൂസ് ചെയ്യുന്നത് മൈക്കോബാക്ടീരിയം ബോവിസ് എന്ന് പറയുന്ന ഒരു ബാക്ടീരിയനെയാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ദെൻ MMR വാക്സിൻ. MMR വാക്സിൻ എന്ന് പറയുന്ന മംസ്, മീസിൽസ്, റുബെല്ല വാക്സിൻ. ഓക്കെ, അപ്പോൾ ഈ MMR വാക്സിൻ അല്ലെങ്കിൽ മംസ്, മീസിൽസ്, റുബെല്ല വാക്സിൻ എന്ന് പറയുന്നത് 3 വൈറസിനെ വെച്ചിട്ടുള്ള വാക്സിൻ ആണ്. അതിനകത്ത് 3 മംസ്, മീസിൽസ്, റുബെല്ല ഈ 3 എണ്ണവും ലൈവ് ആണ്, അതുപോലെ തന്നെ അറ്റനുവേറ്റഡ് ആയിരിക്കും. അതായത് അതിൻ്റെ ആ ഒരു വിറുലൻസ് പ്രോപ്പർട്ടി ഒക്കെ കളഞ്ഞിട്ടായിരിക്കും നമ്മൾ യൂസ് ചെയ്യുന്നത്. ഓക്കെ, then the process of drying by freezing under vacuum is, okay, the process of drying by freezing under vacuum is option A distillation, B lyophilization, C pasteurization and D incinerization. Correct answer is lyophilization. Okay, freezing under vacuum അങ്ങനെ നമ്മൾ ഡ്രൈ ചെയ്ത് സൂക്ഷിക്കുന്നതിനെ നമ്മൾ ലയോഫിലൈസേഷൻ എന്നാണ് പറയുന്നത്. ലയോഫിലൈസേഷന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുമ്പോൾ ഷെൽഫ് ലൈഫ് കൂടുതലാണ്. നമുക്ക് ഓർഗാനിസത്തിനെ നമ്മൾ ലോങ്ങർ പീരീഡിൽ നമുക്ക് സൂക്ഷിച്ചു വെക്കാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ സെൽസിന് ഡാമേജ് ഉണ്ടാവുന്നത് വളരെ കുറവായിരിക്കും. ഓക്കെ, bacterial enzyme coagulase is produced by, okay, coagulase enzyme produce ചെയ്യുന്നത് ഏത് ഓർഗാനിസം ആണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ Streptococcus pyogenes, B Staphylococcus aureus, C Bacillus subtilis and D Lactobacillus acidophilus. okay, ഇതിനകത്ത് coagulase enzyme produce ചെയ്യുന്ന ഓർഗാനിസം is ഓപ്ഷൻ ബി Staphylococcus aureus ആണ് coagulase enzyme produce ചെയ്യുന്നത്. അങ്ങനെ coagulation ഹെൽപ്പ് ചെയ്ത് ബാക്ടീരിയയ്ക്ക് വിറുലൻസ് എൻഹാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു, അതായത് അവർക്ക് നമ്മുടെ ഹോസ്റ്റിന്റെ ഇമ്മ്യൂൺ റെസ്പോൺസിനെ ഇവോക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഇവർ മെയിൻലായിട്ട് ഈ coagulase enzyme ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് ഈ coagulase enzyme എന്താ ചെയ്യുന്നത്, ഫൈബ്രിനോജനെ ഫൈബ്രിൻ ആക്കി മാറ്റി ക്ലോട്ട്സ് ഫോം ചെയ്യും. അങ്ങനെ എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ഇമ്മ്യൂൺ സിസ്റ്റത്തിന് അങ്ങോട്ടേക്ക് എൻ്റർ ചെയ്യാൻ പറ്റത്തില്ല. അങ്ങനെ ഇവർ ഇൻഫെക്ഷൻ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നു. ആൻഡ് coagulase ടെസ്റ്റ് അവൈലബിൾ ആണ്. coagulase ടെസ്റ്റ് വഴി നമുക്ക് ആക്ച്വലി Staphylococcus aureus ആണോ, അതുപോലെ തന്നെ Staphylococcus aureus, Staphylococcus അല്ലാതെ സ്പീഷീസ് ഉണ്ട്, അവരെ നമ്മൾ കോൺസ് എന്നാണ് പറയുന്നത്. coagulase നെഗറ്റീവ് Staphylococcus ആണ് നമുക്ക് കൺഫേം ചെയ്യാനായിട്ട് നമുക്ക് പറ്റും. Staphylococcus aureus ആണെങ്കിൽ coagulase ടെസ്റ്റ് വിൽ ബി പോസിറ്റീവ്. ഓക്കെ, then the process of destroying pathogens in milk without affecting taste significantly is, അതായത് മിൽക്കിലുള്ള പത്തോജൻസിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന പ്രോസസ് വിത്തൗട്ട് അഫക്റ്റിംഗ് ടേസ്റ്റ് അഫക്റ്റ് ചെയ്യാതെ മിൽക്കിലെ പത്തോജൻസിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന പ്രോസസ് ഏതാണെന്നാണ് ചോദിച്ചത്.
Option A, sterilization, B, pasteurization, C, incineration, and D, filtration. Okay. അപ്പം ടേസ്റ്റ് ഒന്നും അഫക്റ്റ് ചെയ്യാതെ മിൽക്കിലെ പത്തോജൻസിനെ ഡിസ്ട്രോയ് ചെയ്യുന്ന മെത്തേഡിന് പറയുന്ന പേരാണ്, നമുക്കെല്ലാം അറിയാം അല്ലേ, ഓപ്ഷൻ ബി, പാസ്റ്ററൈസേഷൻ ആണ് കറക്റ്റ് ആൻസർ. മിൽക്ക് നമ്മൾ സ്റ്റെറിലൈസ് ചെയ്യാൻ യൂഷ്വലി യൂസ് ചെയ്യുന്ന മെത്തേഡാണ് പാസ്റ്ററൈസേഷൻ. ആൻഡ് പാസ്റ്ററൈസേഷൻ വഴി നമുക്ക് മൈക്രോബിയൽ ലോഡ് കുറയ്ക്കാൻ പറ്റും വൈൽ പ്രിസർവിംഗ് ദ ന്യൂട്രീഷണൽ ക്വാളിറ്റി. ഓക്കെ. Which scientist discovered penicillin? Penicillin discover ചെയ്ത സയന്റിസ്റ്റിന്റെ പേരെന്താണ്? ഓപ്ഷൻ എ, ലൂയിസ് പാസ്റ്റർ, ബി, റോബർട്ട് കോക്ക്, സി, അലക്സാണ്ടർ ഫ്ലെമിംഗ്, ആൻഡ് ഡി, എഡ്വേർഡ് ജെന്നർ. ഈസി ക്വസ്റ്റ്യൻ ആണ്. പെൻസിലിൻ കണ്ടുപിടിച്ച സയന്റിസ്റ്റ് ഈസ് ഓപ്ഷൻ സി, അലക്സാണ്ടർ ഫ്ലെമിംഗ് ആണ് കറക്റ്റ് ആൻസർ. ഓക്കെ. ആൻഡ് എങ്ങനെയാണ് പെൻസിലിൻ കണ്ടുപിടിക്കുന്നത്? ഇറ്റ് വാസ് ആൻ ആക്സിഡന്റൽ ഡിസ്കവറി ആണ് അല്ലെ. പെൻസിലിന്റെ കണ്ടുപിടുത്തം എന്ന് പറയുന്ന ഒരു ആക്സിഡന്റൽ ഡിസ്കവറി ആണ്. 1928 പെൻസിലിയം മോൾഡ്, അതായത് ബാക്ടീരിയനെ സറൗണ്ട് ചെയ്തിട്ട് ഒരു പെൻസിലിയം മോൾഡ് കണ്ടാമിനേഷൻ ഉണ്ട്. അപ്പൊ ആ മോൾഡ് വളർന്ന സ്ഥലത്തെല്ലാം ബാക്ടീരിയനെ ഇൻഹിബിറ്റ് ചെയ്തതായിട്ട് ഈ അലക്സാണ്ടർ ഫ്ലെമിംഗ് ഒബ്സർവ് ചെയ്തു. അങ്ങനെയാണ് ഈ ഒരു ആന്റിബയോട്ടിക് കണ്ടുപിടിക്കുന്നത്. ഓക്കെ. ആൻഡ് അങ്ങനെ ഒരു ആന്റിബയോട്ടിക് എറയുടെ ഒരു സ്റ്റാർട്ടിങ് തന്നെ ഉണ്ടായി. ഓക്കെ. 1928 ഈ ഒരു ഡിസ്കവറി നടന്നത്. The bacterial toxin released after cell death is. സെൽ ഡെത്ത് സംഭവിച്ചു കഴിഞ്ഞതിന് ശേഷം മാത്രം റിലീസ് ചെയ്യുന്ന ബാക്ടീരിയയുടെ ടോക്സിൻ ഏതാണ്? ഓപ്ഷൻ എ, എക്സോടോക്സിൻ, ബി, എൻഡോടോക്സിൻ, സി, ന്യൂറോടോക്സിൻ, ആൻഡ് ഡി, എൻഡ്രോടോക്സിൻ. ആക്ച്വലി ടോക്സിൻസ് മെയിൻ ആയിട്ടും രണ്ട് ടൈപ്പ് ആണുള്ളത്. എക്സോടോക്സിനും എൻഡോടോക്സിനും ഉണ്ട്. അതിനകത്ത് ഈ എന്താ പറയാ, എക്സോടോക്സിന്റെ പല വെറൈറ്റീസ് ആണ് ന്യൂറോടോക്സിൻസ്, എൻഡ്രോടോക്സിൻസ് എന്നൊക്കെ പറയുന്നത്. അപ്പൊ കറക്റ്റ് ആൻസർ എന്ന് പറയുന്നത് ഓപ്ഷൻ ബി, എൻഡോടോക്സിൻ ആണ്. സെൽ ഡെത്ത് കഴിഞ്ഞ് മാത്രമേ എൻഡോടോക്സിൻ പുറത്തു വരത്തുള്ളൂ. അതിന്റെ കാരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് ഈ എൻഡോടോക്സിൻ എന്ന് പറയുന്നത് ഗ്രാം നെഗറ്റീവ് ബാക്ടീരിയയിൽ മാത്രം കാണുന്ന ഒരു ടോക്സിൻ ആണ്. ആൻഡ് ഈ ടോക്സിൻ എവിടെയാണ് കാണുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ബാക്ടീരിയയുടെ LPS കമ്പോണന്റിനെയാണ് നമ്മൾ അതിനകത്തെ ഒരു പാർട്ടാണ് ഈ എൻഡോടോക്സിൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ എൻഡോടോക്സിൻ എന്ന് പറയുന്നത് ഈ ലിപ്പോപോളിസാക്കറൈഡ് ആണ്. അപ്പൊ ബാക്ടീരിയ ഡെത്ത് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ മാത്രമേ അത് റിലീസ് ചെയ്യത്തുള്ളൂ. ആൻഡ് ഇറ്റ് മേ റിസൾട്ട് ഇൻ ഫീവർ, ഷോക്ക്, ഇൻഫ്ലമേഷൻ ഒക്കെ കോസ് ചെയ്യാറുണ്ട്. ഓക്കെ. Then, the term normal flora refers to. Normal flora എന്ന് പറയുന്ന വാക്കുകൊണ്ട് അർത്ഥമാക്കുന്നത് എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, disease causing microbes, B, environmental microbes, C, microorganisms normally present in our body, and D, laboratory cultures. Okay. അപ്പം നോർമൽ ഫ്ലോറ എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? നമുക്കെല്ലാം അറിയാം അല്ലെ. നോർമൽ ഫ്ലോറ മീൻസ് മൈക്രോ ഓർഗാനിസം ദാറ്റ് ഇസ് നോർമലി പ്രസന്റ് ഇൻ അവർ ബോഡി. നമ്മുടെ ബോഡിയിൽ നോർമലി കാണുന്ന മൈക്രോ ഓർഗാനിസത്തിനെയാണ് നമ്മൾ എന്തെന്ന് പറയുന്നത്? നോർമൽ ഫ്ലോറ എന്ന് പറയുന്നത്. ഓക്കെ. ആൻഡ് ഈ നോർമൽ ഫ്ലോറയ്ക്ക് കുറേ ബെനിഫിറ്റ്സ് ഉണ്ട്. ലൈക്ക് പത്തോജന്റെ കോളനൈസേഷനെ പ്രിവെന്റ് ചെയ്യും, അതുപോലെ തന്നെ വൈറ്റമിൻ പ്രൊഡക്ഷൻ ഒക്കെ ഹെൽപ്പ് ചെയ്യും. ആൻഡ് ഫോർ എക്സാമ്പിൾ ഇൻഡസ്റ്റൈനിൽ കാണുന്ന ഒരു നോർമൽ ഫ്ലോറയാണ് ഈക്കോളൈ. അതുപോലെ ഫീമെയിൽസിന്റെ വജൈനൽ ട്രാക്റ്റിൽ പ്രസന്റ് ആയിട്ടുള്ളതാണ് ലാക്ടോബാസിലസ്. അവിടെ അവർ അസിഡിറ്റി പ്രൊവൈഡ് ചെയ്തിട്ട് പത്തോജൻസിന്റെ എൻട്രീനെയൊക്കെ പ്രിവെന്റ് ചെയ്യാറുണ്ട്. ഓക്കെ. The bacterial arrangement resembling grapes. ഗ്രേപ്സിനെ പോലെയുള്ള ബാക്ടീരിയൽ അറേഞ്ച്മെന്റ് കാണിക്കുന്ന ഓർഗാനിസം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓപ്ഷൻ എ, സ്ട്രെപ്റ്റോകോക്കസ്, ബി, സ്റ്റഫൈലോകോക്കസ്, സി, ഡിപ്ലോകോക്കസ്, ആൻഡ് ഡി, വിബ്രിയോ. ഓക്കെ. ഈസി ആണ് അല്ലെ. ഗ്രേപ്സ് ലൈക്ക് അറേഞ്ച്മെന്റ് ഉള്ളത് ഏത് ഓർഗാനിസത്തിനാണ്? കറക്റ്റ് ആൻസർ ഇസ് സ്റ്റഫൈലോകോക്കസ്. സ്റ്റഫൈലോകോക്കസ് ആണ് ഗ്രേപ്പ് ലൈക്ക് അറേഞ്ച്മെന്റ് കാണിക്കുന്നത്. അത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
ഈ സ്റ്റെഫൈലോകോക്കസ് അതിൻ്റെ ഡിവിഷൻ നടക്കുന്ന സമയത്ത് മൾട്ടിപ്പിൾ പ്ലെയിൻസിൽ നിന്നായിരിക്കും ഡിവിഷൻ നടക്കുന്നത്. ആൻഡ് ഈ ഡോട്ടർ സെൽസ് ഡിവൈഡ് ചെയ്ത് ഡിറ്റാച്ച് ചെയ്ത് പോകുന്നില്ല, അത് അവിടെ തന്നെ അങ്ങനെ ഇരിക്കും. അതുകൊണ്ടാണ് ഈ ഗ്രേപ്പ് ലൈക്ക് ക്ലസ്റ്റേഴ്സ് ആയിട്ട് കാണുന്നത്. ഓക്കെ. Which microorganism is used in sewage treatment? Sewage treatment യൂസ് ചെയ്യുന്ന മൈക്രോ ഓർഗാനിസം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ. ഓപ്ഷൻ എ ലാക്ടോബാസിലസ്, ബി മെത്തനോജൻസ്, സി പ്ലാസ്മോഡിയം ആൻഡ് ഡി വിബ്രിയോ. ഈസി ക്വസ്റ്റ്യൻ ആണ് അല്ലേ? സ്യൂവേജ് ട്രീറ്റ്മെന്റിൽ കാണുന്ന മൈക്രോ ഓർഗാനിസം ഈസ് ഓപ്ഷൻ ബി മെത്താനോജൻസ്. ഈ മെത്താനോജൻസ് എന്താ ചെയ്യുന്നത്? ഡൈജസ്റ്റ് ദ ഓർഗാനിക് വേസ്റ്റ് അനേറോബിക്കലി പ്രൊഡ്യൂസിങ് മീത്തേൻ ഗ്യാസ്. ഓക്കെ. ഓർഗാനിക് വേസ്റ്റ് പ്രസന്റ് ആണെങ്കിൽ അതിനെ അനേറോബിക്കലി എന്ത് ചെയ്യും? ഡൈജസ്റ്റ് ചെയ്തിട്ട് മീത്തേൻ ഗ്യാസ് പ്രൊഡ്യൂസ് ചെയ്യും. ആൻഡ് ഈ മീത്തേൻ ഗ്യാസ് നമ്മൾ ബയോഗ്യാസ് പ്രൊഡക്ഷൻ അങ്ങനെ നമ്മൾ യൂസ് ചെയ്യും. ഓക്കെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ സെഷൻ. എല്ലാവർക്കും മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.